ഹായ് ഗായ്സ്, എല്ലാവർക്കും ഡേ പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിൽ തന്നെ ഒരു UI ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്മാർട്ട് ഹോം UI, അത്യാവശ്യം കളർഫുൾ ഒക്കെ ആയിട്ട് എന്നാൽ നല്ല എളുപ്പമായിട്ടുള്ള ഒരു UI ആണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കൂടെ. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് കാണാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന UI. അതായത് ഇവിടെ കണ്ടോ, നമുക്ക് ഒരു സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ആപ്പ് ബാർ ഉണ്ട്, അതിൽ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ഒരു DP അല്ലെങ്കിൽ ഒരു അവതാർ ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് ഓരോ സ്മാർട്ട് ഹോമിൽ തന്നെ ഓരോരോ എന്താ പറയുക അപ്ലയൻസ്, അതായത് ലൈറ്റ്, മീഡിയ, ക്യാമറ അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്കൊരു ലിവിങ് റൂമിൻ്റെ ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്കൊരു ബോട്ടം നാബ് ബാറും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന UI. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, അപ്പം ഇതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തുറക്കുക. ഓക്കെ, ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുക്കുക. എന്നിട്ട് അതിൽ സ്റ്റാർട്ട് എ ന്യൂ ഫ്ലട്ടർ പ്രോജക്റ്റ് എടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് എ ന്യൂ ഫ്ലട്ടർ പ്രോജക്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. അതെടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ സ്മാർട്ട് ഹോം എന്നാണ് കൊടുക്കുന്നത് ഇരിക്കട്ടെ, സ്മാർട്ട് ഹോം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ ഫ്ലട്ടർ SDK പാത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫ്ലട്ടർ SDKയുടെ പാത്ത് കൊടുക്കുക. അതായത് നമ്മൾ ബിന്നിന്റെ ഫ്ലട്ടറിൽ തന്നെ ബിൻ ഫോൾഡറിന്റെ പാത്ത് എവിടെയാണോ അതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് പ്രോജക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ പ്രോജക്റ്റ് സേവ് ആവേണ്ടത്. ഓക്കെ, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഓപ്ഷനില്ല, അത് വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ മാറ്റാതിരിക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ മതി. അപ്പം നമുക്ക് പാക്കേജ് നെയിം വരും. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പാക്കേജ് നെയിം ആയിരിക്കും വരുന്നത്. സാധാരണഗതിയിൽ com.example.co എന്തെങ്കിലും നമ്മുടെ പ്രോജക്റ്റിന്റെ പേരായിരിക്കും വരുന്നത്. അപ്പം ഞാൻ ഇവിടെ നേരത്തെ എപ്പോഴും ഒരിക്കൽ ടെക് ബീസ് എന്ന് കൊടുത്തായിരുന്നു. ഓക്കെ, അത് ഞങ്ങളുടെ ഡൊമൈൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഫിനിഷ് ചെയ്താൽ മതി. നിങ്ങൾക്കിവിടെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പം നമ്മുടെ പ്രോജക്റ്റ് ഒരു പുതിയ പ്രോജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കോഡൊക്കെ വെക്കാം, ബാക്കി നമുക്ക് കളയാം. അപ്പം ഞങ്ങൾക്ക് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഡ് വേണ്ട. അതായത് അത് ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിഡ്ജറ്റ്സിൻ്റെ ഒക്കെ ഒരു ടെസ്റ്റ് റൺ നടത്താൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത് കളയുക. ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് കുറേ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൈ ആപ്പൊക്കെ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാം. ഓക്കെ, ഇതൊന്ന് ഞാൻ ഈ കോഡൊന്ന് ചെറുതാക്കുക, എന്നിട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഈ മൈ ആപ്പും ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി റൺ ആപ്പിനകത്ത് നമുക്ക് മെറ്റീരിയൽ ആപ്പ് കൊടുക്കാം. നമ്മൾ മെറ്റീരിയൽ ആപ്പാണ് നമ്മുടെ റൂട്ട് വിഡ്ജറ്റ്. ഓക്കെ, നമ്മളൊരു വിഡ്ജറ്റ് ട്രീ ആണ് ഉണ്ടാക്കുന്നത്. മെറ്റീരിയൽ ആപ്പിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഹോം, അങ്ങനെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ ഏറ്റവും ആദ്യം വരുന്നത് ഏതാ പറയുക, നമ്മുടെ വിഡ്ജറ്റ് ഏറ്റവും ആദ്യം വരേണ്ട സ്ക്രീൻ ഏതാണ് അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഹോം എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഹോമിൽ കൊടുക്കുന്ന ആ കോഡ് ഞാൻ അവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാതെ ഓരോ കമ്പോണൻസ് ആയിട്ട് അങ്ങ് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഇതിപ്പം വന്നേക്കുന്ന ലിബിലാണ് വന്നേക്കുന്നത്. ലിബ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അടിയിലാണ് മെയിൻ ഡോട്ട് ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ തന്നെ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കും. ഓക്കെ, ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എടുത്തിട്ട് ഒരു ഡാറ്റ് ഫയൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൽ ഒരു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഹോം സ്ക്രീൻ. ഓക്കെ, നമുക്ക് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടായി വന്നിട്ടുണ്ട്, ഡാറ്റ് ഫയൽ. ഇതിൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്ലട്ടറിൻ്റെ തന്നെ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. അതായത് material.data എന്നാണ് പാക്കേജ്. ഇമ്പോർട്ട് നമ്മൾ അടിക്കുമ്പോൾ തന്നെ വരും, കണ്ടോ, പാക്കേജ് flutter/material.data, അത് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഒക്കെ ഇതിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ്ഫുള്ളിന് വേണ്ടി STFUL എന്ന് അടിച്ചാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ആ കോഡ് വന്നോളും. ഓക്കെ, ഞാൻ STFUL എന്ന് വന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ ഒരു ബോഡി വരും. ഓക്കെ, എന്താ പറയുക, ഒരു സ്കെലറ്റൽ കോഡ് പോലെ വരും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ വിഡ്ജറ്റിൻ്റെ നമ്മുടെ കസ്റ്റം വിഡ്ജറ്റ്സ് ആണ് ഈ സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഹോം സ്ക്രീൻ തന്നെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇപ്പം ഞാൻ ഹോം സ്ക്രീൻ കൊടുത്തു. അപ്പോൾ അത് എനിക്ക് മെയിൻ ഡോട്ട് ഡാറ്റിൽ ഏറ്റവും ആദ്യത്തെ റൂട്ടായിട്ട് വേണം. അപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, മെറ്റീരിയൽ ആപ്പിൽ ഏറ്റവും ആദ്യം വരേണ്ടത് ഒരു വിഡ്ജറ്റാണ്. അപ്പം ഞാൻ ഇവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആയിട്ട് ഹോം സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ വിളിക്കുക. ഓക്കെ, അത് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ
ഒരു ക്ലാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ചില സമയത്ത് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ലെങ്കിൽ VS Code ആണെങ്കിൽ എനിക്കറിയത്തില്ല, പക്ഷേ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലാണെങ്കിൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ടായി വരും. ഓക്കെ, ഞാൻ ഇവിടെ തൽക്കാലം ഇമ്പോർട്ട് ചെയ്യുകയാണ് മാനുവലായിട്ട്. ഇമ്പോർട്ട് ഹോം സ്ക്രീൻ ഡോട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയലിലുള്ള എല്ലാ വിഡ്ജറ്റ്സ് നമുക്ക് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ഫയലിലുള്ള എല്ലാ കോഡും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ഹോം സ്ക്രീൻ കൊടുക്കാം. ഹോം സ്ക്രീൻ. ഓക്കെ, അതുപോലെ എനിക്ക് മറ്റേ ഡീബഗ് ബാനർ വേണ്ട. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡീബഗ് ഷോ ചെക്ക് മോഡ് ബാനർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി, മെറ്റീരിയൽ ആപ്പിൻ്റെ തന്നെ പ്രോപ്പർട്ടീനെ ഞാൻ അതിനെ ഫോൾസ് ആക്കി വെക്കും. അത് ഡിഫോൾട്ടായിട്ട് ട്രൂ ആയിരിക്കും. നമുക്കത് ചെയ്യാം. ഡീബഗ് ഷോ ചെക്ക് മോഡ് ബാനറിൽ നമുക്കത് ഫോൾസ് ആക്കാം. ഓക്കെ, നമുക്കിവിടെ നമ്മുടെ കോഡ് ഓരോന്നായിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ട ഒരു സ്കാഫോൾഡാണ്. ഓക്കെ, ഞാൻ സ്കാഫോൾഡ് കൊടുക്കുക. സ്കാഫോൾഡാണ് നമ്മളുടെ എല്ലാ കോഡും നമ്മൾ ഓരോന്നായിട്ട് എഴുതുന്ന ഒരു ഒരു ക്യാൻവസ് പോലെ ഇരിക്കും. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഒരു ആപ്പ് ബാർ വേണം നമുക്ക്. ഓക്കെ, ഈ ആപ്പ് ബാറിന് സാധാരണഗതിയിൽ ഒരു ആപ്പ് ബാർ വരുമ്പോൾ അതിനൊരു എലിവേഷൻ കാണും. അത് ആപ്പ് ബാർ ആണ്. അതിനൊരു ആ ഓവറോൾ ബോഡിയിൽ നിന്ന് ഒരു ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ എലിവേഷനും അതുപോലെ കളറൊക്കെ വ്യത്യാസമാക്കും. അപ്പം ഞാൻ ഇവിടെ നിന്ന് വെച്ചാൽ നമുക്കിവിടെ കളറും ഇവിടെ കളറ് ഒരേ കളറാണ് കണ്ടോ, വെള്ളം തന്നെയാണ് എല്ലായിടത്തും. പക്ഷെ അതുപോലെ ഇവിടെ എലിവേഷൻ ഒന്നും ഇല്ല. അത് നമുക്ക് അറിയാൻ പറ്റില്ല ഏത് ആപ്പ് ബാർ ഏതാ അല്ലാത്തത്. പക്ഷെ ഇവിടെ ശരിക്കും ആപ്പ് ബാർ ഉണ്ട്. പക്ഷെ എലിവേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, അതായത് ഒരു ഷാഡോ വരുന്ന പ്രോപ്പർട്ടി നമ്മൾ 0 ആയിട്ട് കൊടുത്തേക്കും. ഇവിടെ 0 ആയിട്ട് കൊടുക്കണം. ഓക്കെ, സാധാരണ രീതിയിൽ അത് 0 ആയിക്കില്ല. ഓക്കെ, അപ്പം നമുക്കത് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ അതിൽ ഞാനാണെങ്കിൽ കളറ് വൈറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതുപോലെ എലിവേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, അത് നമുക്ക് ഒരു ഡബിൾ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇവിടെ 0 കൊടുക്കും. ഓക്കെ, അതുപോലെ ഇതിനൊരു ലീഡിങ് ഐക്കൺ ഉണ്ട്. അപ്പം അത് നമുക്ക് കൊടുക്കാം. ലീഡിങ് എന്ന് പറഞ്ഞത് അവിടെ അതായത് ലീഡിങ് എന്ന് പറയുന്നത് ഈ ടൈറ്റിലൊക്കെ ഉണ്ടല്ലോ, ആപ്പ് ബാറിന്റെ ആ ഒരു ആപ്പിന്റെ പേരൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും ഐക്കണോ അല്ലെങ്കിൽ ഇമേജോ വല്ലതും വരാൻ വേണ്ടി ഉള്ള ആ ഒരു സെക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലീഡിങ് എന്ന് പറയുന്നത്. ആ ലീഡിങ്ങിൽ നമുക്ക് വിഡ്ജറ്റ്സ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ലീഡിങ്ങിൽ ഒരു ഐക്കൺ കൊടുക്കുക. ഓക്കെ, അപ്പം ഐക്കൺ എനിക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ ഒരു ഐക്കൺ ബട്ടൺ ആയിട്ട് തന്നെ കൊടുക്കാം. ഐക്കൺ ബട്ടൺ. ഓക്കെ, ഞാൻ ഇതൊന്ന് ഷ്രിങ്ക് ചെയ്യുവാണ് ഈ കോഡ്. ഓക്കെ, ഐക്കൺ ബട്ടണിൽ നമുക്കിവിടെ കണ്ടോ, ഐക്കൺ ബട്ടൺ കൊടുക്കുമ്പോൾ ഡാറ്റ അനാലിസിസിൽ ഒരു മഞ്ഞ ആ ബഗിൻ്റെ അടുത്ത് ആ ഒരു ആൻഡ്രോയിഡിൻ്റെ സിമ്പിളിൻ്റെ അടുത്തൊരു യെല്ലോ കളറിലൊരു വാർണിംഗ് വരും. ഞാൻ അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം പാരാമീറ്റർ ഓൺ പ്രസ്ഡ് ഈസ് റിക്വയർഡ്, അതുപോലെ ഐക്കണും റിക്വയർഡ്. നമ്മൾ ഈ റിക്വയർഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആഡ് റിക്വയർഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ് വരും. അത് കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഐക്കൺ ബട്ടണിൽ ആ ഒരു ആർഗ്യുമെന്റ് വരും. അതുപോലെ ഇവിടെ. ഓക്കെ, അപ്പം ഇവിടെ ഓൺ പ്ലസിൽ ഞാൻ വേറെ ഫംഗ്ഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ വിട്ടേക്കുവാണ്. പക്ഷെ ഐക്കണിൽ നമുക്കൊരു ഐക്കൺ ഉണ്ട്. അപ്പോൾ ആ ഐക്കൺ നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ഐക്കൺ വിഡ്ജറ്റ് ആണ് കൊടുക്കുന്നത്. ഐക്കൺ. ഓക്കെ, ആ ഐക്കണിൽ നമ്മളൊരു ഐക്കൺ ഡേറ്റ കൊടുക്കണം. ഓക്കെ, എന്ത് ഐക്കണാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഐക്കൺ ഡേറ്റ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു ക്യൂപ്പർട്ടീനോ പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഫ്ലട്ടറിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഐക്കണിൻ്റെ പാക്കേജസാണ്. അപ്പം നമ്മൾ ഈ pubspec.yaml എടുത്ത് നോക്കിയാൽ അപ്പം ഇവിടെയാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ ഉള്ളത്. നമ്മൾ ഏതൊരു പ്രോജക്റ്റും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ് ക്യൂപ്പർട്ടീനോ ഐക്കൺസ്. അപ്പോൾ ആ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. അതിൽ നിന്നുള്ള ഐക്കൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ഒരു iOS സ്റ്റൈലിലുള്ള ഐക്കൺസ് ആണ് ക്യൂപ്പർട്ടീനോയിൽ വരുന്നത്. ഓക്കെ, ഞാനിവിടെ ഇമ്പോർട്ട് ഫ്ലട്ടർ cupertino.data എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കിനി ഐക്കൺ ഡേറ്റ കൊടുക്കാം. നമ്മളിവിടെ ക്യൂപ്പർട്ടീനോ ഐക്കൺ ഡേറ്റ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യൂപ്പർട്ടീനോ ഐക്കൺസ് ഡോട്ട് എന്നിട്ട് നമുക്കൊരു ഡാഷിൻ്റെ ഒരു ഐക്കണാണ് വേണ്ട. കണ്ടോ, നമുക്കൊരു ഡാഷ് ഐക്കണാണ് വേണ്ട.
നമുക്കത് കൊടുക്കാം, ഡാഷ് ലിസ്റ്റ് ഡാഷ്. ഓക്കെ, അതാണ് ഐക്കണിൻ്റെ പേര്. ഓക്കെ, ഇനി അതുപോലെ അതിൻ്റെ കളർ മാറ്റാം. നമുക്ക് നമ്മൾ ഒരു ഐക്കണിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് മാറ്റാമോ അതൊക്കെ മാറ്റാം. അപ്പോൾ ഐക്കണിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കളർ മാറ്റാം, അതിൻ്റെ സൈസ് മാറ്റാം, അങ്ങനെ പല പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ കളർ മാറ്റുവാണ്. കളർ ഒരു ഗ്രേ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഷെയ്ഡ് കൊടുക്കുക. അതിൻ്റെ ഒരു 500 ഷെയ്ഡ് ഇരിക്കട്ടെ. ഓക്കെ, നമുക്കിത് ഇത്രയും ചെയ്തത് എങ്ങനെ ഇരിക്കും നോക്കാം. ഞാൻ അതിന് നമ്മുടെ ഡിവൈസ് ഓപ്പൺ ചെയ്യണം. അതായത് നമ്മുടെ എമുലേറ്റർ ഓപ്പൺ ആക്കുക. ഓക്കെ, നമ്മുടെ എമുലേറ്റർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ചില സമയത്ത് തന്നെ ഓണായി വരും, അല്ലെങ്കിൽ ഓണാവാൻ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഓട്ടോമാറ്റിക്കലി ഓണായി വന്നിട്ടുണ്ട്. നമ്മുടെ എമുലേറ്റർ ഒന്ന് സ്റ്റാർട്ടായി വരട്ടെ. ഓക്കെ, നമ്മുടെ എമുലേറ്റർ സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ. ഞാൻ റൺ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ചിലപ്പോൾ റൺ ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യമായിട്ടൊക്കെയാണ് റൺ ചെയ്യുന്നെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അതായത് ഇപ്പം 1 മണിക്കൂറൊക്കോളം സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയൊക്കെ ഇത് റൺ ആകാൻ എടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ പ്രോസസ്സിംഗ് പവറിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ആദ്യത്തെ തവണ റൺ ചെയ്യാനുള്ള സ്പീഡ് കൂടും. ഓക്കെ, അതുപോലെ ഒരു തവണ റൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിന്നെ ആപ്ലിക്കേഷൻസ് റൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓക്കെ, ഇത് റണ്ണായി വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആ ഡാഷ് കിട്ടിയിട്ടുണ്ട്, ലിസ്റ്റിംഗ് ഡാഷ്. ഓക്കെ, കണ്ടോ, ഈ ഒരു ഐക്കൺ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ്. കണ്ടോ, ഈ ടൈമൊക്കെ എഴുതിയിരിക്കുന്നിടത്തെല്ലാം ഒരു ബ്ലാക്ക് ഒരു ബോർഡർ പോലെ ഉണ്ട്. നമുക്കത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സ്കാഫോൾഡിനെ ഒരു സേഫ് ഏരിയ എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റിൽ റാപ്പ് ചെയ്യാം. ഓക്കെ, സ്കാഫോൾഡിൻ്റെ അവിടെ കേഴ്സർ കൊണ്ട് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ കോൺടെക്സ്റ്റ് ആക്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റാപ്പ് വിത്ത് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിൽ സേഫ് ഏരിയ എന്ന് ടൈപ്പ് ചെയ്യാം. സോറി. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഈ കോഡ് നമ്മൾ അറിയാതെ വല്ല മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ പോവുക, അല്ലെങ്കിൽ ഒരുപാട് സൈഡിലോട്ടൊക്കെ പോവാതിരിക്കാൻ വേണ്ടി ഇത് എന്താ പറയുക, സ്ക്രീനിൻ്റെ അകത്ത് തന്നെ നിർത്താൻ നോക്കും. ഓക്കെ, അപ്പം ഞാൻ ഇത് ഒന്ന് റീലോഡ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ സേഫ് ഏരിയ ഇട്ടു, എന്നിട്ട് ഞാൻ ഇത് റീലോഡ് ചെയ്യും. ഓക്കെ, റീലോഡ് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു എഡ്ജ് നമുക്ക് കിട്ടി. കണ്ടോ, സൈഡൊക്കെ കുറച്ചും കൂടെ കയറി. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് ചെയ്യാം. നമുക്കിവിടെ ഇവിടെ ഒരു ഐക്കൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സർക്കിൾ അവതാർ അല്ലെങ്കിൽ നമ്മുടെ DP കൊണ്ടുവരണം. അപ്പോൾ DP കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ഏത് ഇമേജാണ് എടുക്കുന്നത് നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അതിനു മുമ്പ് ഒരു ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രോജക്റ്റിൽ ഏറ്റവും ടോപ്പിലായിട്ടുള്ള പ്രോജക്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് കാണും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിൽ നമ്മൾ ഡയറക്ടറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൽ ഇമേജസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോൾഡർ കിട്ടിയിട്ടുണ്ട്, ഇമേജസ് എന്ന്. ഈ ഫോൾഡറിലേക്ക് നമ്മുടെ ഇമേജസിൻ്റെ എല്ലാ ഇമേജസും ഇവിടെ ആയിരിക്കും നമ്മൾ കൊണ്ടുവിടാം. നമുക്ക് ആദ്യമേ എല്ലാ ഇമേജസും ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇമേജസ് വേണം നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഡെവ്ബീസിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ഒരു റൂട്ടറിൻ്റെ ഐക്കൺ ഉണ്ട്. അതുപോലെ റൂട്ടറിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു എയർ കണ്ടീഷണറിൻ്റെ ഇമേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് 3 നമുക്ക് കൊണ്ടുവരാം. അതിനായിട്ട് ഞാൻ ആദ്യം ഡെവ്ബീസിൻ്റെ ഐക്കൺ ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഡെവ്ബീസിൻ്റെ ഐക്കൺ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് എനിക്ക് ഡയറക്റ്റായിട്ട് എടുക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നായിട്ട് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളുടെ ഐക്കൺ. അപ്പം ഞാനിത് കോപ്പി ചെയ്യാം. Ctrl+C കൊടുക്കുക. എന്നിട്ട് ഇമേജസിൽ കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക.
നമുക്കിവിടെ പേര് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ വെറുതെ ഡെബീസ് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് ഇമേജസിൽ ഒരു ഇമേജ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ വൈഫൈ റൂട്ടറിൻ്റെ ഇമേജ് വേണം, അതുപോലെ ഈ എയർ കണ്ടീഷണറിൻ്റെ ഇമേജ് വേണം. നമുക്ക് അതെടുക്കാനായി ഞാനിപ്പോൾ ആ ഇമേജസ് എടുത്തത് ഫ്ലാറ്റ് ഐക്കൺ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു സൈറ്റിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഇമേജസ് കിട്ടും. ഓക്കെ, ഐക്കൺസിൻ്റെ ഒരു കളക്ഷൻ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള ഐക്കൺസ് കിട്ടും. ഓക്കെ, നമുക്കത് ഫ്ലാറ്റ് ഐക്കണിൽ നിന്ന് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഫ്ലാറ്റ് ഐക്കണിന് ടൈപ്പ് ചെയ്യാം. ഫ്ലാറ്റ് ഐക്കൺ, നമുക്ക് ഇവിടെ ഫ്ലാറ്റ് ഐക്കൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇതാണ് ലിങ്ക് flaticon.com. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ഏത് ഐക്കണാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്യാം. നമുക്കിവിടെ വേണ്ടത് ഏതാണ്? ഒരു വൈഫൈ റൂട്ടറിൻ്റെ ഐക്കൺ വേണം. നമുക്ക് ആദ്യം വൈഫൈ റൂട്ടർ എടുക്കാം. വൈഫൈ റൂട്ടർ എന്ന് അടിച്ചു നോക്കാം. എൻ്റർ അടിക്കാം. നമുക്ക് ഒത്തിരി വൈഫൈ റൂട്ടേഴ്സിൻ്റെ ഇമേജസ് കിട്ടും. കണ്ടോ, ഞാൻ ഇതൊന്ന് മിനിമൈസ് ചെയ്താൽ ഈ സൈഡിലുണ്ടെങ്കിൽ കൂടെ കാണാം. നമ്മുടെ ഇമേജ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ആ ഇമേജ് എടുത്തെന്ന് പറഞ്ഞു. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ഫോർ ഫ്രീ എന്ന് കൊടുത്താൽ മതി. അപ്പം ഇവിടെ നിന്ന് നിങ്ങളൊന്ന് അട്രിബ്യൂട്ട് ചെയ്യണം നമ്മുടെ ഓതേഴ്സിനെ. ഇവർ ഇമേജസ് ഉണ്ടാക്കുന്നതിന് ഒരു താങ്ക് യു പറയുന്ന പോലെയാണ്. ഓക്കെ, ഞാൻ ഈ ഇമേജ് തൽക്കാലം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഓക്കെ, അതുപോലെ എനിക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു എയർ കണ്ടീഷണർ കൂടെ വേണം. ഓക്കെ, അപ്പം ഞാൻ അതും കൂടെ എടുക്കാം. എയർ കണ്ടീഷണർ അടിച്ചാൽ മതി. ഒത്തിരി എയർ കണ്ടീഷണേഴ്സിൻ്റെ ഇമേജസ് വരും. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ളത് എടുക്കാം. നമ്മൾ എടുത്തിരുന്നത് ഈ ഒരു ഇമേജ്. ഓക്കെ, ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇമേജസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ഇമേജസ് ഇവിടെ കൊണ്ടുവരാം. അപ്പം നമുക്ക് ഇതെടുത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇമേജസ് എവിടെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫയൽ എക്സ്പ്ലോററിൽ. ഞാൻ ഇത് ഡെസ്ക്ടോപ്പിലായിരുന്നു സേവ് ചെയ്തത്. അപ്പം ഞാൻ ഡെസ്ക്ടോപ്പ് എടുത്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. അപ്പം നമുക്കിവിടെ എയർ കണ്ടീഷണർ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് വൈഫൈ റൂട്ടറിൻ്റെ ഇമേജ് കിട്ടണം. ഓക്കെ, കാരണം നമുക്ക് വൈഫൈ റൂട്ടറും കിട്ടി. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനിവിടെ കൺട്രോൾ പ്രസ് ചെയ്യാത്തതുകൊണ്ട് ഒരെണ്ണേ സെലക്ട് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ തൽക്കാലം ഓരോ നട്ടി കൊടുക്കാം. ഓക്കെ, അപ്പം വൈഫൈ റൂട്ടർ ആദ്യം എടുത്ത് ഞാൻ ഇമേജസിൽ കൊണ്ടുപോകാം. ഓക്കെ, അവിടെ ഒരു ചുവന്ന റെക്ടാങ്കിൾ ഉണ്ട്. അപ്പം അതിൽ നിന്ന് പറഞ്ഞാൽ അതിലോട്ട് മൂവ് ചെയ്യാനാണ്. ഓക്കെ, ഞാൻ അത് മൂവ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്കിവിടെ എന്താ പറയുന്നത്, നമുക്ക് ആദ്യം വന്ന് എയർ കണ്ടീഷണർ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ 3 ഇമേജസും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ കോഡുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഇമേജസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ കുറച്ച് ഇമേജസ് ഇട്ടു. അപ്പോൾ നമ്മളത് നമ്മുടെ കോഡിലോട്ട് കോൺഫിഗർ ചെയ്യണം. നമ്മുടെ ആപ്പിലോട്ട് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മളത് പബ്സ്പെക് YAML അത് മെൻഷൻ ചെയ്യണം. അപ്പം ഞാനിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പം അസറ്റ്സിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്. ഞാൻ ഈ അസറ്റ്സും ഈ ഇമേജസ് എന്ന് പറഞ്ഞ ആ ഒരു ഫസ്റ്റ് ഇതും കൂടെ അൺകമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് സ്പേസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി pubspec.yaml. അപ്പം അതിനനുസരിച്ച് ഞാൻ ഈ യൂസസ് മെറ്റീരിയൽ ഡിസൈനിൻ്റെ നേരെ താഴെ ആയിരിക്കണം അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സിൻ്റെ കീഴെ വരുന്നതായതുകൊണ്ട് അസറ്റ്സിൻ്റെ ആ ലൈനിന് നേരെ വന്നിട്ട് ഒരു 2 സ്പേസ് കഴിഞ്ഞായിരിക്കണം ഇമേജസ് വരേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ എനിക്ക് ഇമേജസിൽ ഈ ഒരു ഇമേജ് ഇല്ല. ഞാൻ എല്ലാ ഇമേജും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി. നമുക്ക് അതിൽ ഏത് ഇമേജ് ഇട്ടാലും അതിൽ വന്നോളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ pubget കൊടുക്കാം. pubget ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആ കോഡിലോട്ട് ഈ ഫോൾഡർ പുതിയ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം കോൺഫിഗർ ചെയ്യും. ഓക്കെ, നമുക്ക് എക്സിറ്റ് കോഡ് 0 എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കോൺഫിഗറേഷൻ സക്സസ്ഫുൾ ആയി. ഞാൻ ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗെറ്റ് ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ജസ്റ്റ് pubget ഒന്നുകൂടെ റൺ ചെയ്യാൻ മാത്രം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആപ്പ് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നേനെ റൺ ചെയ്യേണ്ടി വരും. ഓക്കെ,
ഞാൻ ആപ്പ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്നും കൂടെ റൺ ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത് അത്രേ കൂടെ വന്നിട്ടുള്ളൂ, കാരണം നമ്മൾ ഇമേജസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഓരോ ഇമേജസ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതൊന്ന് ശ്രമിക്കുക ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിവിടെ ഐക്കണായി. അതുപോലെ നമുക്ക് ആപ്പ് ബാറിൽ തന്നെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടൈറ്റിലാണ്. നമുക്ക് ടൈറ്റിൽ വെച്ച് കൊടുക്കുന്നതാണ് എളുപ്പം കുറച്ചുകൂടെ. ഓക്കെ, ടൈറ്റിലിൽ ഞാനൊരു റോ കൊടുക്കുക. ഓക്കെ, അവിടെ ഞാൻ ടൈറ്റിൽ നിന്ന് ഒരു വിഡ്ജറ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റ് കൊടുക്കാം. ഞാൻ ഇവിടെ റോയിൽ മെയിൻ ആക്സിസ് അലൈൻമെന്റ് എൻഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ചിൽഡ്രൻ ആയിട്ട് നമുക്കൊരു സർക്കിൾ അവതാർ കൊടുക്കാം. സർക്കിൾ അവതാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇമേജ്, ഈ DP ഒക്കെ നമുക്ക് ഇടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വിഡ്ജറ്റാണ് സർക്കിൾ അവതാർ. ഓക്കെ, അപ്പം ഞാൻ സർക്കിൾ അവതാർ എന്ന് പറഞ്ഞാൽ വിഡ്ജറ്റ് യൂസ് ചെയ്യും. സർക്കിൾ അവതാർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വെറുതെ റൺ ചെയ്യാൻ നോക്കിയാൽ വെറുതെ ഒരു പ്ലെയിൻ ആയിട്ട് ഒരു സർക്കിൾ അവതാർ വരത്തേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒരു നീല കളറിൽ സർക്കിൾ അവതാർ വന്നു. എനിക്ക് അതല്ല വേണ്ട, എനിക്ക് അതിനകത്തൊരു ഇമേജ് വേണം. അതായത് എൻ്റെ ഡെവ്വീസിൻ്റെ ഇമേജ് വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് ഇടാം. ഓക്കെ, ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ഇമേജ്, ആവശ്യമുള്ള ഇമേജസ് നമ്മൾ ഇമേജസ് ഫോൾഡറിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഇവിടെ സർക്കിൾ അവതാറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാനത് കൊടുക്കാം. അതിലൊരു ഇമേജ് പ്രൊവൈഡറാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇമേജ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ അസെറ്റ് ഇമേജ് ഉണ്ട്, നെറ്റ്വർക്ക് ഇമേജ് ഉണ്ട്, ഫയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ നമ്മൾ അസെറ്റ് ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നെറ്റൊക്കെ ഭയങ്കര നല്ല സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇമേജ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അസെറ്റ് ഇമേജിൽ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കണം. നമ്മുടെ പ്രോജക്റ്റിനകത്ത് എവിടെയാണ് ആ ഇമേജ് വരുന്നത്. ഞാൻ ഇവിടെ ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി പ്രോജക്റ്റിനടിയിൽ. എന്നിട്ട് അതിൻ്റെ അകത്ത് എവിടെയാണ് വരുന്നത്, ആ ഫോൾഡറിനകത്ത് ആ ഇമേജിൻ്റെ പേര് അതുപോലെ കൊടുക്കണം. കണ്ടോ, അവിടെ ഡെവ്ബീസ് എന്നാണ്. ഓക്കെ, അതുപോലെ നമുക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ devbees.png. ഓക്കെ, അതുപോലെ എനിക്കിൻ്റെ റേഡിയസ് ഇത്തിരി കുറയ്ക്കണം എന്നുണ്ട്. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ നമുക്കൊന്ന് ഷ്രിങ്ക് ചെയ്യാം, ആ പ്രോപ്പർട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം നമുക്ക് റേഡിയസിൽ നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് കൊടുക്കാം. ഇനി ഒരു ചെറിയ ഒരു അനിമേഷനൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ മിനിമം മാക്സിമം റേഡിയസ് വേണ്ടി വരും. അപ്പം നമുക്ക് മിനിമം റേഡിയസും മാക്സിമം റേഡിയസും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റ് റേഡിയസ് ആയതുകൊണ്ട് അനിമേഷൻ ഇല്ലാത്തതുകൊണ്ട് വെറുതെ റേഡിയസ് കൊടുക്കാം. റേഡിയസ് കൊടുത്തിട്ട് ഞാൻ അവിടെ ഒരു 18 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇമേജ് വരുന്നുണ്ടോ ഇല്ലെന്ന് കണ്ടോ, നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പബ്സ്പെക് ക്യാമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് റൺ ചെയ്തില്ലെങ്കിൽ ഈ ഇമേജ് വരത്തില്ല, നമുക്ക് എറർ വരും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ എന്താ പറയുക ആപ്പ് ബാറിലുള്ളത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് കയറാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആപ്പ് ബാർ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ഷ്രിങ്ക് ചെയ്യാം ആപ്പ് ബാർ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബോഡിയിലോട്ട് കയറാം. ബോഡിയിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ നമുക്ക് ഒരു കണ്ടെയ്നറിൻ്റെ ഹൈറ്റും വിട്ടും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ അതൊരു ഒരു ബോക്സ് പോലെ. അപ്പം ആ ബോക്സിനകത്ത് നമുക്ക് ഓരോ സാധനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുക്കി പറക്കി വെക്കാം. അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും എളുപ്പം ഈ ലേ ഔട്ടിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു കണ്ടെയ്നറാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നർ കൊടുക്കാം. എന്നിട്ട് ഈ കണ്ടെയ്നർ ഈ ആപ്പിൻ്റെ സ്ക്രീനിൻ്റെ ഫുൾ വിട്ടും ഫുൾ ഹൈറ്റും എടുക്കണം. ഓക്കെ, അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ എല്ലാ സാധനവും അടുക്കി പറക്കുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ സ്ക്രീൻ വിത്ത്, അതായത് റെസ്പോൺസീവ് ആക്കാൻ വേണ്ടി, വിത്ത് റെസ്പോൺസീവ് ആക്കാൻ വേണ്ടി നമ്മൾ മീഡിയ ക്വയറി എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യും. ഓക്കെ, മീഡിയ ക്വയറിയിൽ നമ്മൾ ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ കോഡ് എടുക്കും. എന്നിട്ട് അതിൽ നമുക്ക് സൈസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ സൈസിൽ തന്നെ നമുക്ക് വിത്ത് ഉണ്ട് ഹൈറ്റും ഉണ്ട്. ഞാൻ ഇവിടെ വിത്ത് കൊടുക്കാം, അതുപോലെ നമുക്ക് ഹൈറ്റും കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കൺട്രോൾ D കൊടുത്തു, അതുകൊണ്ട് നമുക്ക് ആ സെയിം കോഡ് അതുപോലെ കോപ്പി ചെയ്ത് വന്നു. ഞാൻ ഇവിടെ ഹൈറ്റ് കൊടുക്കട്ടെ. ഓക്കെ, അപ്പം ഇത് ഞാൻ റൺ ചെയ്താൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല, കാരണം ഈ കണ്ടെയ്നറിനകത്ത് നമ്മളൊന്നും കൊടുത്തിട്ടുമില്ല, കളറൊന്നും മാറ്റിയിട്ടുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് ഓരോന്നായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം
ഇതിനടുത്ത് വേണ്ട ഒരു ചൈൽഡാണ്. അപ്പോൾ ഈ ചൈൽഡിലായിരിക്കും നമ്മൾ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അവിടെ ഇവിടെ കണ്ടോ, എനിക്കാണെങ്കിൽ ഒരു ബോഡി ഉണ്ട്, അതിൻ്റെ കൂടെ മുകളിലായിട്ട് ഒരു ബോട്ടം നാബ് ബാറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോട്ടം നാബ് ബാർ ഇതിൻ്റെ മുകളിൽ വരണം. അതായത് ബോഡി ബാക്കിലും ബോട്ടം നാബ് ബാർ അതിൻ്റെ ഫ്രണ്ടിലുമായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഓരോന്നായിട്ട് അടുക്കി വെക്കാൻ, ഒന്നിന് പുറകെ ഒന്നായിട്ട് അടുക്കി വെക്കാൻ വേണ്ടി നമുക്കൊരു വിഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ആ വിഡ്ജറ്റിൻ്റെ പേരാണ് സ്റ്റാക്ക് എന്ന് പറയും. ഓക്കെ, നമുക്ക് സ്റ്റാക്ക് വിഡ്ജറ്റ് യൂസ് ചെയ്യാം. ചൈൽഡായിട്ട് ഇവിടെ സ്റ്റാക്ക്. ഓക്കെ, സ്റ്റാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ബോട്ടം നാബ് ബാർ, പിന്നെ നമ്മൾ ചൈൽഡായിട്ട് വരുന്നത് അതിൻ്റെ ബോഡി. ഓക്കെ, അപ്പം സ്റ്റാക്കിൽ നമുക്ക് ചിൽഡ്രൻ ആണ്, ഒന്നിൽ കൂടുതൽ ചൈൽഡ് എടുക്കും. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ആദ്യം ഒരു കോളം വിഡ്ജറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് വേണ്ടി ഞാൻ കോളം വിഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോളം വിഡ്ജറ്റിൽ കുറേ ചിൽഡ്രൻ ഉണ്ടാവും. ഓക്കെ, കണ്ടോ, അടുക്കി പറക്കി മൈ സ്മാർട്ട് ഹോം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് വന്നേക്കുന്നത്. ഈ കോളം വിഡ്ജറ്റിൽ ഓരോ ചിൽഡ്രൻ ഉണ്ട്. അപ്പം ഞാൻ കോളം വിഡ്ജറ്റിൽ തന്നെ ആദ്യത്തത് മൈ സ്മാർട്ട് ഹോം എന്നാണ്. ഓക്കെ, അപ്പം ഞാനൊരു റോയിലാക്കി കൊടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ എന്താ പറയുക, ആക്സിസ് അലൈൻമെൻറ്റ് കുറച്ചുകൂടി എളുപ്പമാകും. അപ്പം ഞാൻ ചിൽഡ്രനിൽ ആദ്യം ഒരു റോ കൊടുക്കാം. ആ റോയിന് ഒരു ചിൽഡ്രൻ ഉണ്ട്, ആ റോയിനും കുറച്ച് ചിൽഡ്രൻ കാണണം. ഓക്കെ, അതിൽ ഞാനൊരു ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കണം, എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനകത്ത് ഒരു ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഞാൻ മൈ സ്മാർട്ട് ഹോം ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി. അതായത് ഇതൊന്ന് അറ്റത്തായി പോയി. നമുക്കൊരു ചെറിയൊരു പാഡിങ് കൊടുക്കാം. ഓക്കെ, ഞാൻ ടെക്സ്റ്റിൻ്റെ എവിടെയാണോ വെക്കേണ്ടത്, എവിടെയാണോ റാപ്പ് ചെയ്യേണ്ടത്, ആ വിഡ്ജറ്റിൽ കൊണ്ട് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓൾട്ട് എൻ്റർ അല്ലെങ്കിൽ ഷോ കോൺടാക്ട് സെക്ഷൻ കൊടുക്കാം. എന്നിട്ട് ഞാൻ റാപ്പ് വിത്ത് പാഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. സോറി, ഓക്കെ, അപ്പം ഒരു ഡിഫോൾട്ടായിട്ട് ഒരു പാഡിങ് വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 8 എന്നാണ് കൊടുത്തു. അപ്പോൾ എനിക്ക് 8 ആദ്യം നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്ന. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ പാഡിങ് കിട്ടിയാൽ കൊള്ളാം. അപ്പം ഞാൻ ഇവിടെ ഒരു 20 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ്ട് കുറച്ച് താഴ്ന്നും വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം സൈഡിലോട്ട് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് ഇത്രയും പോലെ, നമുക്ക് കുറച്ച് ഡെക്കറേഷൻ അവിടെ ചെയ്യേണ്ടി വരും, സ്റ്റൈൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനായിട്ട് നമുക്ക് ടെക്സ്റ്റൈലിൽ പോകാം. അപ്പം അതിൽ നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ടെക്സ്റ്റൈൽ കൊടുക്കുക. ഓക്കെ, ഈ ടെക്സ്റ്റൈൽ എടുക്കുന്നതാണ് നമുക്ക് അതിൻ്റെ ഫോൺ സൈസ്, അതിൻ്റെ വിഡ്ത്ത്, അതുപോലെ അതിന് ഷാഡോ വേണോ, കളർ മാറ്റണോ, അതെല്ലാം നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പം ഞാൻ അതൊരു ഫോൺ സൈസ് മാറ്റാം. ഓക്കെ, എന്നിട്ട് ഞാൻ കൺട്രോൾസ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായി വന്നു. ഇനി അതുപോലെ എനിക്ക് ഈ ടെക്സ്റ്റ് കുറച്ചുകൂടെ ബോൾഡ് ആയിരിക്കണം, അതുപോലെ ചെറിയൊരു ഷാഡോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കാം. അപ്പം ഫോൺ സൈസ് മാറ്റി. അതുപോലെ നമുക്ക് ഫോണ്ട് വെയിറ്റ് മാറ്റാം. അപ്പം ഞാനാണെങ്കിൽ ഫോണ്ട് വെയിറ്റ് ബോൾഡ് ഉണ്ട്, അതുപോലെ നമുക്ക് വേറെ ബോൾഡും അതിനേക്കാളും കൂടുതൽ വേണോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് വേണോ തിക്നെസ്, അതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ W700 കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് കൺട്രോൾസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ബോൾഡായിട്ട് വരും. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു ഷാഡോ കൊടുക്കാം. ഓക്കെ, ഒരു ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഷാഡോസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഷാഡോസ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ബോക്സ് ഷാഡോ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, അതൊരു ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ബോക്സ് ഷാഡോ എന്ന് കൊടുക്കാം. ഈ ബോക്സ് ഷാഡോയിൽ നമുക്ക് കളർ കൊടുക്കാം. ഷാഡോൻ്റെ കളർ എന്തായിരിക്കും? അപ്പം ഞാൻ കളർ കൊടുക്കുക, ഗ്രേ കളർ കൊടുക്കാം. ഓക്കെ, ഞാൻ ഗ്രേ കൊടുത്തു. അതിൻ്റെ കൂടെ ചെറിയൊരു ഒപ്പേസിറ്റി കൊടുക്കാം, ഒരു 50% ഒപ്പേക്ക്. ഓക്കെ, ഇത് ഞാൻ മിനിമൈസ് ചെയ്യാം. കോമ ഇട്ട് കൊടുത്താൽ അത് റീഫാക്ടറി വരും. ഓക്കെ, 50 കൊടുത്തു. അതുപോലെ നമുക്കൊരു ചെറിയ റേഡിയസ് കൊടുക്കാം. അപ്പോൾ ഈ കളർ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ് ഞാനൊരു റേഡിയസ് കൊടുക്കാം. അതായത് ഇത് എത്രത്തോളം ബ്ലർഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനാണ് ബ്ലർ റേഡിയസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, പ്ലേ അറൗണ്ട് ചെയ്ത് കളിക്കാം. നമുക്ക് ട്രയൽ ആൻഡ് എററിലൂടെ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഓക്കെ, നമ്മുടെ UI നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്രയും എത്രത്തോളം കൊടുക്കുമ്പോഴാണ് നമ്മുടെ UI നമുക്ക് സാറ്റിസ്ഫാക്ടറി ആവുന്നത്, അത്രയും വരെ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 3 കൊടുക്കാം.
അതുപോലെ എനിക്ക് ഷാഡോ നേരെ ബാക്കിലല്ല, കുറച്ച് സൈഡിലോട്ട് നീങ്ങിയിരുന്നാൽ കൊള്ളാം. അപ്പോൾ ഞാൻ അതിന് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് ഉണ്ട്. ഈ ഓഫ്സെറ്റ് എടുക്കുന്നത് എത്രത്തോളം എക്സ് ഡയറക്ഷനിൽ എത്രത്തോളം മാറി, വൈ ഡയറക്ഷനിൽ എത്രത്തോളം മാറി എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കോർഡിനേറ്റ് സിസ്റ്റത്തിലൊക്കെ എക്സ് വൈ എന്നാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും എക്സും വൈയും എത്രത്തോളം മാറി എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ആക്സിസിൽ എത്രത്തോളം മാർക്ക് കൊടുക്കണം എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 കൊടുക്കാം. അതിൽ വൈ ആക്സിസിൽ നിന്ന്, അതായത് വെർട്ടിക്കലിൽ നിന്ന് എനിക്കൊരു 3 മാർക്ക് കിട്ടണം. ഓക്കെ, നമുക്കിത് എങ്ങനെ ഇരിക്കുന്നത് കാണാം. സോറി, ഓക്കെ, കണ്ടോ, നമുക്കൊരു ചെറിയൊരു ഷാഡോ പോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ എന്താ പറയുക, ഈ ടെക്സ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ ലൈറ്റ് ഈ ഒരു സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിലെല്ലാം സെയിം ആണ്. ഏതാണ്ട് ആകെ വ്യത്യാസമുള്ളത് ഇവിടെയുള്ള കളറ്, അതിനകത്തുള്ള ഐക്കൺ, പിന്നെ ഇവിടെയുള്ള ടെക്സ്റ്റ്, അത്രയും മാത്രം മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം ഒരുവിധം സെയിം. അപ്പം നമുക്ക് അതിന് നമ്മളൊരു കമ്പോണന്റ് വിഡ്ജറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ വേറൊരു വിഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകും അവിടത്തേക്ക് വേണ്ടി. എന്നിട്ട് ആ വിഡ്ജറ്റ് നമുക്കൊരു കമ്പോണന്റ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് അതിൻ്റെ കൊടുക്കുന്ന എന്താ പറയുക ഡേറ്റ ഫീൽഡുകൾ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്കത് കാണാം എങ്ങനെയാണ്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കുക. ഓക്കെ, ഈ റോ കഴിഞ്ഞു. നമുക്ക് അത് കഴിഞ്ഞൊരു സൈസ്ഡ് ബോക്സ്. ആ സൈസ്ഡ് ബോക്സിന്റെ ഒരു ഹൈറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് എല്ലാം നമുക്ക് മീഡിയ ക്വയറിയുടെ ബേസിസിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഞാൻ മീഡിയ ക്വയറി ഡോട്ട് ഓഫ് സൈസ് ഡോട്ട് വിഡ്ത്തിന്റെ ടേംസിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. എന്നിട്ട് ഒരു 8% ഓഫ് വിഡ്ത്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ ഓരോരോ എന്താ പറയുക സ്പെസിഫിക് ആയിട്ടുള്ള വിഡ്ജറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഒരു പാഡിങ് കൊടുക്കാം. ആദ്യം പാഡിങ്, എന്നിട്ട് നമുക്ക് എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൺലി. ഓക്കെ, ഓൺലി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ്. ഓക്കെ, അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. ലെഫ്റ്റിലുള്ള ഇത്രയാണ്, റൈറ്റിലുള്ള ഇത്രയാണ്, അല്ലെങ്കിൽ ടോപ്പിലുള്ള ഇത്രയാണ്, ബോട്ടത്തിലുള്ള ഇത്രയാണ്. അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് മാത്രം പാഡിങ് കൊടുക്കാം. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് എനിക്കൊരു 20.0 വേണം. ഓക്കെ, എന്നിട്ട് പാഡിങ്ങിനകത്താണല്ലോ ഇത്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ചൈൽഡ് കൊടുക്കാം. അതായത് ഈ പാഡിങ് ഏത് സാധനത്തിലാണ് വരേണ്ടത്. അപ്പോൾ അതിൽ ഞാനൊരു റോ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ചിൽഡ്രനിൽ നമുക്ക് പുതിയൊരു വിഡ്ജറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഡ്ജറ്റ് കൊടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ പുറത്തായിട്ട്, അതായത് ഈ ഫുൾ കോഡിന് പുറത്തായിട്ട് ഒരു വിഡ്ജറ്റ് ഉണ്ടാക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ അതായത് ലിബ് ഫോൾഡർ എടുക്കുക. ഇതിൽ നമുക്കൊരു കമ്പോണൻസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാം. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ നമുക്ക് പാക്കേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പാക്കേജ് എടുത്തിട്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇനി കമ്പോണൻസിൽ ഞാൻ ഓരോന്നായിട്ട് കൊടുക്കാൻ പോവാം. ന്യൂ ഡാറ്റ് ഫയൽ. ഓക്കെ, അതിൽ ഞാൻ എൻ്റെ അപ്ലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് കൊടുക്കും. അപ്ലയൻസസ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ അപ്ലയൻസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഉണ്ടാക്കുക, അപ്ലയൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിന് മുമ്പ് ഇവിടെ നമുക്ക് എറർ വന്നിട്ടുണ്ട്. കാരണം എന്താ, നമ്മളിവിടെ നമ്മുടെ സ്റ്റേറ്റ്ഫുള്ളും സ്റ്റേറ്റ്ലെസ്സും വിഡ്ജറ്റും യൂസ് ചെയ്യാൻ പറ്റിയ ഫ്ലട്ടറിൻ്റെ മെറ്റീരിയൽ ഡോട്ട് ഡാട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ഫ്ലട്ടർ മെറ്റീരിയൽ ഡോട്ട് ഡാട്ട്. ഓക്കെ, അപ്പോൾ ആ എറേഴ്സ് അങ്ങ് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൽക്കാലം എന്താ പറയുക, ഇവിടെ അപ്ലയൻസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരുന്നതായിരിക്കും. അപ്ലയൻസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അപ്ലയൻസിൽ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഇവിടെ കൊടുക്കാം ആദ്യം. അപ്പം അപ്ലയൻസിൽ എനിക്ക് ഇവിടെ വരുമ്പം എനിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കളറുണ്ട്. ഓക്കെ, ആ കളർ നമ്മൾ മാറുന്നുണ്ട്. ഒരു കളർ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഐക്കൺ മാറുന്നുണ്ട്, ഐക്കൺ ഡേറ്റ മാറുന്നുണ്ട്. നമ്മൾ ഐക്കൺ ഡേറ്റ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കാം. ഓക്കെ,
ഐക്കൺ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വരുന്നത്, നമുക്ക് പിന്നെ അതിൻ്റെ ലേബൽ മാറും. നമുക്ക് സ്ട്രിങ് ലേബൽ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മളിവിടെ ഡേറ്റ ഫീൽഡ്സ് ആയിട്ടാണ് കൊടുത്തത്. അപ്പം ഇത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, എവിടെയെങ്കിലും നമ്മൾ ഈ ഒരു എന്താ പറയുക, നമുക്കിപ്പം നമ്മുടെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഒക്കെ ഇമ്മ്യൂട്ടബിളാണ്. അപ്പം അവിടെ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ പ്രോപ്പർട്ടീസ് കൊടുക്കുമ്പോൾ നമ്മൾ ഫൈനലായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ഇവിടെ അല്ല, ഞാൻ ഫൈനൽ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുക, കീവേഡ്. ഓക്കെ, ഫൈനൽ, ഇതും ഫൈനൽ. ഓക്കെ, അപ്പോൾ ഫൈനൽ കൊടുത്തപ്പോൾ ഇവിടെ പിന്നെ എറർ വന്നു. ഈ എറർ എന്ന് പറഞ്ഞാൽ ഫൈനൽ വാല്യൂസ് എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾക്കൊരു കൺസ്ട്രക്ടർ വെച്ച് ഈ വാല്യൂസ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. ഞാൻ ഇവിടെ കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ക്ലാസ്സിൻ്റെ പേര്. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ പേര് എന്താണ്? ഇവിടെ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്ലയൻസ് എന്നാണ്, നമ്മുടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൻ്റെ പേര് എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ അപ്ലയൻസ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ അപ്ലയൻസ് എന്ന് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഇവിടെ കൊടുത്ത ഡേറ്റ ഫീൽഡ്സ് എല്ലാം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എന്തൊക്കെയാണ് കൊടുത്തത്, ദിസ് ഡോട്ട് കളർ. ദിസ് എന്ന് പറയുന്നത് ഈ ഒരു വിഡ്ജറ്റ്, ഈ ഒരു കോഡിനകത്തുള്ള, ഈ ഒരു ക്ലാസ്സിനകത്തുള്ള. ഓക്കെ, ദിസ് ഡോട്ട് കളർ, അതുപോലെ ദിസ് ഡോട്ട് ഐക്കൺ, അതുപോലെ ദിസ് ഡോട്ട് ലേബൽ. ഇത്രയും കൊടുക്കുമ്പോൾ ആ എറർ പോയി കിട്ടും. പിന്നെ ഈ ഓവർ റൈഡിന് മുമ്പുള്ള എറർ പോകാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ടർ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി, നമ്മുടെ സെമി കോളൻ ഇട്ടാൽ മതി. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ അപ്ലയൻസിനകത്ത് ഇനിയിപ്പം ഇവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എന്താ, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ലൈറ്റിന് ഒരു ബൾബ് ഐക്കണാണ്, അതുപോലെ യെല്ലോ കളറാണ്. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. അപ്പോൾ അപ്ലയൻസിനകത്ത്, ഓക്കെ, ഈ അപ്ലയൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് അവിടെ എറർ വരുന്നത്. അപ്പം ഇത് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമ്പോർട്ട് ലൈബ്രറി എന്ന് പറഞ്ഞ് വരും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമ്പോർട്ട് ഇത് ഓട്ടോമാറ്റിക്കലി വെക്കേണ്ട കമ്പോണൻസ് അപ്ലയൻസസ് ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഞാനാണെങ്കിൽ 3 ആർഗ്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് 3 നമ്മൾ കൊടുക്കണം. നമ്മുടെ കളർ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ ഞാൻ ഇത് കൊടുത്തത് നെയിംഡ് പാരാമീറ്റേഴ്സ് അല്ല, നമ്മൾ പൊസിഷൻ പാരാമീറ്റേഴ്സ് ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പം നെയിംഡ് പാരാമീറ്റർ ആക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് ഹോളായിട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ പാരാമീറ്റേഴ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് അതൊരു കേളി ബ്രേസസിനകത്ത് ഇട്ടാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് നെയിം ചെയ്ത് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കളർ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആ കളർ വാല്യൂ ഏതാ കൊടുക്കേണ്ടത് വരും. നമ്മുടെ ഇവിടെ കളർ വാല്യൂ ആണ് സ്വീകരിക്കുന്നത്. അപ്പം നമ്മളിവിടെ യെല്ലോ കൊടുക്കാം. അതുപോലെ നമുക്ക് ഐക്കൺ കൊടുക്കാം. ഇവിടെ ഞാൻ ഐക്കൺസിൻ്റെ സാധാരണ ഫ്ലട്ടറിൻ്റെ ഡിഫോൾട്ട് ഐക്കൺസ് പാക്കേജിൽ നിന്ന് തന്നെ, ഐക്കൺസ് ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ഐക്കൺ എടുക്കുന്നത്. ഓക്കെ, icons dot light bulb. ഓക്കെ, ഒരു ലൈറ്റ് ബൾബ്. അതുപോലെ നമുക്കൊരു ലേബൽ ഉണ്ട്. ലേബൽ എന്ന് പറയുന്നത് ഒരു ലൈറ്റ്, ഒരു സ്ട്രിങ് ആയിരിക്കണം. അപ്പം നമ്മൾ കോഡ്സിലിട്ട് കൊടുക്കാം. ഓക്കെ, അതായി. അതുപോലെ നമുക്ക് ഇവിടെ ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ അപ്ലയൻസ് ആയി. ഓക്കെ, ആദ്യത്തെ അപ്ലയൻസ് ആയി. ഞാൻ അപ്ലയൻസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ ആ സ്പേസ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കും. സൈസ്ഡ് ബോക്സ്, അതിലൊരു വിത്ത്, നമ്മുടെ ഒരു റോ ആയിട്ടില്ലേ, അപ്പം ഒരു ചെറിയൊരു വിത്ത് കൊടുക്കുക. അപ്പം മീഡിയ ക്വയറി, വിത്തിൻ്റെ ഒരു 3% കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിത്ത് കൊടുക്കാം. ഓക്കെ, അതിപ്പോൾ ഞാൻ 3% കൊടുക്കണം എന്ന് വെച്ച് നിങ്ങളുടെ കയ്യിൽ 5% കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് 2% കൊടുക്കാം, വിട്ടേ കൊടുക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിത്തായി. അതുപോലെ വീണ്ടും നമുക്ക് അപ്ലയൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ കളറും അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം വേറെ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നീലയാണ്, കാരണം ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ ഇവിടെ ഒരു വീഡിയോ ഐക്കണാണ്, അതുപോലെ മീഡിയ എന്നാണ് വരേണ്ടത്. നമുക്കത് മാറ്റി കൊടുക്കാം. അപ്പം ഇവിടെ നമ്മൾ അപ്ലയൻസിൽ, രണ്ടാമത്തെ അപ്ലയൻസിൽ യെല്ലോന് വരാൻ ബ്ലൂ കൊടുക്കുക. അപ്പോൾ ബ്ലൂ ആക്സെൻ്റ് ആണ് ആ കളർ. ഓക്കെ, പിന്നെ ലൈറ്റ് ബൾബിന് പകരം നമ്മൾ പ്ലേ സർക്കിൾ എന്ന് പറഞ്ഞൊരു കണ്ടോ, ഈ ഒരു ഐക്കണാണ് വേണ്ട, ഈ ഒരു വീഡിയോ പ്ലെയറിൻ്റെ ഐക്കൺ. അതുപോലെ ഇവിടെ നമുക്ക് മീഡിയ എന്നാണ് വരേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്കൊരു ചെറിയൊരു ഹൈറ്റ് വേണം. ഓക്കെ, അപ്പം നമ്മുടെ റോ കംപ്ലീറ്റ് ആയി. അപ്പം ഈ റോ നമുക്ക് കംപ്ലീറ്റ്, അപ്പം റോയിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതാക്കാം.
ഓക്കെ, എന്നിട്ട് നമുക്ക് പാഡിങ്ങിൻ്റെ അവിടെ വെച്ച് നമ്മൾ ചെറുതാക്കാം, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു സൈസ് ബോക്സ് കൊടുക്കുക. ഓക്കെ, അതിനൊരു ഹൈറ്റ് ഉണ്ട്. ഞാൻ ഇതെല്ലാം ഷ്രിങ്ക് ചെയ്യാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക വൃത്തിക്ക് കാണാൻ പറ്റും കോഡൊക്കെ. ഓക്കെ, സൈസ്ഡ് ബോക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ ഒരു പാഡിങ് വേണം. ഈ സെയിം സാധനം നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു കോമ ഇടുക, അത് കഴിഞ്ഞ് നമുക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇവിടെ റോയിനകത്ത് അപ്ലയൻസിനകത്ത് നമുക്ക് റെഡ് കളറാണ് വേണ്ടി വരാം. അതെ, അപ്പോൾ നമുക്കിവിടെ റെഡും ഇവിടെ നമുക്ക് ഗ്രീനുമാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്കെല്ലാം മാറ്റി കൊടുക്കാം. അപ്പം ഇതാണ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റെഡ് കൊടുക്കാം, റെഡ് ആക്സെൻറ്റ് കൊടുക്കാം, കുറച്ച് കളർഫുൾ ആയിട്ടിരിക്കട്ടെ. അതുപോലെ നമുക്കിവിടെ വീഡിയോ ക്യാം എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത്. വീഡിയോ ക്യാം റൗണ്ടഡ് ഈ ഒരു ഐക്കണാണ് വരുന്നത്. അപ്പം എന്നിട്ട് ഇവിടെ ഇതിന് പകരം നമുക്ക് ക്യാമറ എന്ന് കൊടുക്കാം ലേബിൾ. ഞാൻ വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, നമുക്ക് ഇവിടെ അടുത്ത അപ്ലയൻസിൻ്റെ എവിടെയും കൂടെ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കേണ്ട കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീനാണ്. ഓക്കെ, ഗ്രീൻ ആക്സെൻറ്റിൽ ഒരു ഡാർക്ക് ഗ്രീൻ ആക്സെൻറ്റ് കൊടുക്കാം. ഷെയ്ഡ് 700 കൊടുക്കാം. ഓക്കെ, അതുപോലെ ഐക്കൺസിൻ്റെ അവിടെ നമുക്ക് വൈഫൈ ആണ്. ഓക്കെ, ഐക്കൺസ് ഡോട്ട് വൈഫൈ, നമ്മുടെ ഇവിടെ ലേബിളിൻ്റെ അവിടെയും വൈഫൈ എന്ന് എഴുതാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആ അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പോണൻറ്റ് ബിൽഡ് ചെയ്യുമ്പോഴായിരിക്കും ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, ആദ്യം ഞാൻ ബേസിക് ആയിട്ടുള്ള കോഡ് അങ്ങ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഓരോ കമ്പോണൻസ് ആയിട്ട് അങ്ങ് ബിൽഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ അപ്ലയൻസസിൻ്റെ എല്ലാം ആയി. ഇനി നമ്മൾ ഇതൊന്ന് ഷ്രിങ്ക് ചെയ്യാണ്, പാഡിങ് വെച്ച് ഷ്രിങ്ക് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു 4 സെക്ഷനിലുള്ള സാധനങ്ങളാണ് ഇതുവരെ ആയത്. ഇനി നമുക്ക് ലിവിംഗ് റൂം 2 ഡിവൈസസ് കൊടുക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കുക, ഒരു ഹൈറ്റ് മീഡിയ വരെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു റോ, പിന്നെ കുറച്ച് ചിൽഡ്രൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പാഡിങ് കൊടുക്കാം. പാഡിങ്ങിൽ എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൺലി, എന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് എനിക്കൊരു 20 വേണം. അതുപോലെ ടോപ്പിൽ നിന്നും ഒരു 20 വേണം. ഓക്കെ, ടോപ്പിൽ നിന്നും ഒരു 20 വേണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് കൊടുക്കാം. ചൈൽഡ് ടെക്സ്റ്റ്, ഇതിൽ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഓക്കെ, നമുക്ക് ലിവിംഗ് റൂം എന്നാണ് ടെക്സ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കത് കൊടുക്കാം. ലിവിംഗ് റൂം. എന്നിട്ട് അതിന് ആ ടെക്സ്റ്റിനെ കുറച്ച് സ്റ്റൈൽ ചെയ്യണമുണ്ട്. അപ്പോൾ സ്റ്റൈൽ ടെക്സ്റ്റൈൽ, ഓക്കെ, ഇതിനകത്ത് നമുക്ക് കളറെല്ലാം കൊടുക്കാം. അപ്പോൾ ഞാൻ കളർ ബ്ലാക്ക് ആണ്, അത് നോർമലി ബ്ലാക്ക് ആണ്, വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തതേ ഉള്ളൂ. അതുപോലെ നമുക്ക് നേരത്തെ ചെയ്ത അതേ ടെക്സ്റ്റിനുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ അതിൽ നിന്ന് തന്നെ കോപ്പി ചെയ്യാൻ പോവാം. ഇവിടെ ആയിരുന്നു ആ ടെക്സ്റ്റിൻ്റെ എഴുതി വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ കോപ്പി ചെയ്യുക. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോണ്ട് സൈസ് എനിക്ക് 25 വേണ്ട, ഒരു 20 മതി. ഓക്കെ, നമുക്കിത് എങ്ങനെ ഇരിക്കുമെന്ന് കാണാം.
ഓക്കെ, ഇവിടെ എന്തോ എററുണ്ട്, ഒരു മിനിറ്റ്. ഈ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി, ബോക്സ് ഷാഡോ ലിസ്റ്റ് ആണല്ലോ, അപ്പം അത് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി. ഞാനിതൊന്ന് റൺ ചെയ്യാം. ഇവിടെ റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നമുക്കിവിടെ ഹോട്ട് റീലോഡിൻ്റെ ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ലിവിംഗ് റൂം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സാധനം വരാത്തതിൻ്റെ റീസൺ നമ്മൾ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല, വെറുതെ ഒരു എംപ്റ്റി കണ്ടെയ്നറായിട്ടേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവിടെ വരാത്തത്. നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്പേസ് കൊടുത്തുകൊണ്ട് മാത്രം അവിടെ അങ്ങനെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് പിന്നെ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റോ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ടെക്സ്റ്റ് ഒന്ന് ഷ്രിങ്ക് ചെയ്യുക, ഈ റോയും ഷ്രിങ്ക് ചെയ്യുക. ഓക്കെ, ഈ റോ കഴിഞ്ഞു. ഈ അടുത്ത റോ ചിൽഡ്രൻ, അതിൽ നമുക്ക് പാഡിങ് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ എഡ്ജ് ഇൻസെറ്റ്സ് കൊടുക്കുക. എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൺലി നേരത്തെ കൊടുത്ത പോലെ ലെഫ്റ്റിൽ നിന്നും ടോപ്പിൽ നിന്നും കൊടുക്കാം. ഓക്കെ, ലെഫ്റ്റിന് ഒരു 20, ടോപ്പിൽ നിന്ന് ഒരു 10 മതി. ഓക്കെ, അതിൻ്റെ ചൈൽഡായിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ചൈൽഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. ഓക്കെ, ടൈല് നമ്മൾ 2 ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കൊടുക്കും. 2 ഡിവൈസസ്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് സ്റ്റൈലിംഗ് കൊടുക്കാം. സ്റ്റൈൽ, ടെക്സ്റ്റ് സ്റ്റൈൽ, ഒരു ഫോണ്ട് സൈസ്, ഒരു 16 കൊടുക്കാം. അതുപോലെ ഒരു കളർ മാറ്റി കൊടുക്കാം. വേണമെങ്കിൽ കളർ ഒരു ഷെയ്ഡ് ഓഫ് ഗ്രേ കൊടുക്കാം. നോട്ട് ഷെയ്ഡ് ഒരു 700 ഇരിക്കട്ടെ, കുറച്ച് ഡാർക്കായിട്ട്. ഇത് നമുക്ക് ഫോണ്ട് വെയിറ്റ് കൊടുക്കാം. ഒത്തിരി ബോൾഡ് ആക്കണ്ട, എന്നാൽ അത്യാവശ്യം കട്ടി വേണം. അപ്പോൾ നമുക്കൊരു 500 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇരിക്കുന്നത് കാണാം. ഞാനിന്ന് റൺ ചെയ്യും. നമുക്ക് 2 ഡിവൈസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം ബോൾഡാണ്, അത്യാവശ്യം സൈസും ഉണ്ട്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ആ റോ ആണ്. അപ്പോൾ ആ റോ ഞാൻ ഷ്രിങ്ക് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. ഒരു ഹൈറ്റ്, നമുക്കൊരു പാഡിങ് കൊടുക്കാം. ഉള്ളിൽ നമുക്കൊരു പാഡിങ് കൊടുക്കാം. ലെഫ്റ്റ് പാഡിങ്, ലെഫ്റ്റ് ഒരു 20 ഇരിക്കട്ടെ. അതിൻ്റെ ചൈൽഡായിട്ട് നമുക്കൊരു റോ കൊടുക്കാം. ഓക്കെ, ആ റോയിന് കുറച്ച് ചിൽഡ്രൻ ഉണ്ട്. ഓക്കെ, ആ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത കമ്പോണൻസ് ആണ്. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ സെയിമാണ്, പക്ഷെ അതിൻ്റെ ഇമേജും അതിൻ്റെ ലേബലും വ്യത്യാസം. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു പുതിയൊരു ഇതുണ്ടാക്കാം. അപ്പോൾ നമ്മൾ കമ്പോണൻസിൽ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഒരു ഡാർക്ക് ഫയൽ ഉണ്ടാക്കാം. ഓക്കെ, റൂം സ്പെസിഫിക് അപ്ലയൻസ് കൊടുക്കാം. അപ്ലയൻസ്. ഓക്കെ, ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്ലെസ് വിളിച്ചിട്ട് കൊടുക്കുക. പിന്നെയും അതിന് മുമ്പ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് നമുക്കിവിടെ ക്ലാസ്സിൻ്റെ ഇവിടെ കൊടുക്കാം. അവിടെ നമ്മൾ റൂം സ്പെസിഫിക് അപ്ലയൻസ് എന്നുള്ളതിന് ഷോർട്ട് ഫോം ആയിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അതാണ് നമ്മുടെ അപ്ലയൻസിൻ്റെ ഷോർട്ട് ഫോം. അതുപോലെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എല്ലാം ഫൈനലായിട്ട് കൊടുക്കുക. ഫൈനൽ സ്ട്രിംഗ് ലേബിൾ. ഓക്കെ, അതുപോലെ നമുക്ക് ഒരു ഇമേജ് പാത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും ഒരു സ്ട്രിംഗ് ആണ്. ഫൈനൽ സ്ട്രിംഗ് img path. ഓക്കെ,
എന്നിട്ടിത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും. അപ്പം നമ്മൾ അതിനൊരു കൺസ്ട്രക്ടർ ഉണ്ടാക്കണം. റൂം സ്പെക് അപ്ലയൻസ്, അതായത് ക്ലാസ് നെയിമിൻ്റെ പേര് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നെയിംഡ് ആയിട്ട് പിന്നെ കൊടുക്കാം. നമ്മളിവിടെ ഒരു സാധാരണ കേളി ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ദിസ് ഡോട്ട് ലേബിളും ദിസ് ഡോട്ട് ഇമേജ് പാത്തും. ഓക്കെ, എന്നിട്ട് നമ്മളായിട്ട് അവസാനം ഒരു സെമി കോളൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ അത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് കമ്പോണൻസ്, അതിൽ തന്നെ നമുക്ക് റൂം അപ്ലയൻസ് ആണ് വേണ്ടത്, റൂം സ്പെക്സ് അപ്ലയൻസ്. ഓക്കെ, ഇവിടെയാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യാൻ പോണേ. നമ്മളുടെ റൂം സ്പേസ് അപ്ലയൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ആ ഒരു വിഡ്ജറ്റിൽ അതൊരു കമ്പോണൻ്റ് ആണ്. അതിൽ നമ്മൾ കോഡ് റീയൂസ് ചെയ്യാം. നമ്മൾ ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ, നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് അതിൽ നമുക്ക് കോഡ് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആ വിഡ്ജറ്റ് നമ്മൾ റീയൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഫംഗ്ഷൻസിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാർഡ്സിൽ ഇട്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങളത് തീർച്ചയായും റെഫർ ചെയ്യുക. ഞാൻ ഇവിടെ നമുക്കൊരു ഇമേജ് പാത്ത് കൊടുക്കാം. അപ്പം ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് ഏതാ കൊടുക്കേണ്ടത്? ഓക്കെ, നമുക്ക് വൈഫൈ റൂട്ടറിൻ്റെ ഇമേജാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ആ ഇമേജ് പാത്ത് അതുപോലെ കൊടുക്കുക. അപ്പം ഞാൻ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരുന്നു. എന്നിട്ട് അതിൽ നമ്മൾ എവിടെയാണ് അതിൻ്റെ പേര് അതുപോലെ കൊടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ wifi/router.png എന്നാണ്, അപ്പം അതുപോലെ കൊടുക്കാം. ഓക്കെ, അപ്പം wifi/router.png. ഓക്കെ, അതുപോലെ നമുക്ക് ഒരു ലേബിളുണ്ട്. ലേബിൾ എന്ന് പറയുന്നത് ഒരു വൈഫൈയുടെ കമ്പനി വെച്ചിട്ടാണ് തോന്നുന്നു. അതെ, നെറ്റ് ഗിയർ വൈഫൈ. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ കൊടുക്കാം. നെറ്റ് ഗിയർ വൈഫൈ. ഓക്കെ, അതുപോലെ നമുക്ക് വിഡ്ത്ത് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഇമേജും കൊടുക്കേണ്ടി വരും. അപ്പം അതും കൂടെ നമുക്ക് അതിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാം. അപ്പം ഇമേജ് വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. പറഞ്ഞ 0.2 ആണ്. ഇമേജ് ഹൈറ്റും ഉണ്ട്. ഇമേജ് HD എന്ന് പറയുന്നതും 0.2 ആണ്. ഓക്കെ, അതൊരു ഫാക്ടറാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ കോഡിൽ നമ്മൾ ആ ഒരു ഇമേജ് റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ റൂം സ്പെക് അപ്ലയൻസിലാണ് അത് കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഫൈനൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഡബിൾ ആയിരിക്കും. ഡബിൾ IMG width, എന്നിട്ട് Ctrl D കൊടുക്കുക. എന്നിട്ട് IMG ഹൈറ്റ് കൊടുക്കുക. വിഡ്ത്ത് മാറ്റി ഹൈറ്റ് ആക്കുക. അത് ഇവിടെയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. ദിസ് ഡോട്ട് ഇമേജ് വിഡ്ത്ത്, ദിസ് ഡോട്ട് ഇമേജ് ഹൈറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ എറേഴ്സ് എല്ലാം പോയിട്ടുണ്ടാവും. കണ്ടോ, എററെല്ലാം പോയി. ഇനി അതുപോലെ നമുക്കൊരു ചെറിയൊരു സ്പേസ് കൊടുക്കണം. റൂം അപ്ലയൻസ് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് വേണം. അതിനായിട്ട് നമ്മളൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കുക. അതിനൊരു വിഡ്ത്ത് ഉണ്ട്. വിഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസീവ് ആക്കാൻ വേണ്ടി മീഡിയ ക്വയറി യൂസ് ചെയ്യും. ഓക്കെ, നോട്ട് 5 ഇരിക്കട്ടെ. ഒന്നും കൂടെ റൂം അപ്ലയൻസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ വൈഫൈ റൂട്ടറിന് പകരം എയർ കണ്ടീഷണർ കൊടുക്കാം. ഇവിടെ എയർ കണ്ടീഷണർ അതുപോലെ കൊടുക്കുക. ഓക്കെ, അപ്പം എയർ കണ്ടീഷണർ. ഓക്കെ, കണ്ടീഷണർ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതിൽ ഇവിടെ എന്താണെന്ന് നോക്കാം. നമുക്ക് എൻ്റെ ലേബിള് ലിവിങ് റൂം AC എന്നാണ് അതിൻ്റെ ലേബിൾ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. അപ്പം ലേബിൾ ഇവിടെ ലിവിങ് റൂം ഓരോ കൂടിപ്പോയി AC. ഓക്കെ, അതുപോലെ നമുക്ക് ഇമേജ് ഹൈറ്റും ഇമേജ് വിഡ്ത്തും കൊടുക്കണം. അപ്പോൾ ഇമേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.24 ആണ് ഇവിടെ. അതുപോലെ ഇമേജ് ഹൈറ്റ് 0.3 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റാക്കിലെ ഫസ്റ്റ്, അതായത് ആദ്യത്തെ ബോഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാക്കിൻ്റെ എവിടെ നിന്നുള്ളത് ക്ലോസ് ചെയ്യാം. സ്റ്റാക്കിൻ്റെ ആദ്യത്തെ ചൈൽഡ് എന്ന് പറയുന്ന കോളമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കോളം നമ്മൾ കഴിഞ്ഞു. ആ ബോഡിയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബോട്ടം നാവ് ബാർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു കോളം തന്നെ യൂസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ യൂസർ കസ്റ്റം ആയിട്ടുള്ള ഒരു
ബോട്ടം നവബാറാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ ഞാൻ കോളം എടുത്തു. എന്നിട്ട് അതിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എൻഡ് കൊടുക്കാം. ഓക്കെ, എൻഡ് കൊടുക്കാം. എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം വന്ന് നിൽക്കും, കോളത്തിൽ ഏറ്റവും താഴെ വന്ന് വരും. ഓക്കെ, അതുപോലെ നമുക്ക് അതിൻ്റെ കണ്ടെയ്നർ കൊടുക്കാം. അതായത് നമ്മുടെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് കൊടുക്കാൻ വേണ്ടി. നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്നത് ചിൽഡ്രൻ്റെ അകത്ത്. ഓക്കെ, ചിൽഡ്രൻ കൊടുത്തിട്ട് കണ്ടെയ്നർ കൊടുക്കാവൂ. കണ്ടെയ്നർ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എൻറ്റയർ വിഡ്ത്ത് ഓഫ് ദ സ്ക്രീനാണ്. അപ്പം വിഡ്ത്ത് എന്ന് പറയുന്നത് മീഡിയ ക്വയറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് സൈസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, അതിന് കുറച്ച് ഡെക്കറേഷൻ പ്രോപ്പർട്ടി ഉണ്ട് കണ്ടെയ്നറിന്. ഓക്കെ, അപ്പോൾ ഡെക്കറേഷൻ നമുക്ക് കളർ കൊടുക്കാം, അതുപോലെ ഷാഡോ ഉണ്ടെങ്കിൽ ഷാഡോ കൊടുക്കാം, അതിൻ്റെ ഷേപ്പ് മാറ്റാം, പിന്നെ പല പ്രോപ്പർട്ടീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഡെക്കറേഷനിൽ നമ്മൾ കണ്ടെയ്നർ ആയതുകൊണ്ട് ബോക്സ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക വിഡ്ജറ്റാണ് യൂസ് ചെയ്യുന്നത്. ബോക്സ് ഡെക്കറേഷനാണ് കണ്ടെയ്നേഴ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ടെക്സ്റ്റ് ഫീൽഡിലൊക്കെ നമ്മൾ ഡെക്കറേഷൻ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഡെക്കറേഷനാണ്. ഓക്കെ, ഇവിടെ ബോക്സ് ഡെക്കറേഷനകത്ത് നമുക്ക് പല കാര്യങ്ങളും മാറ്റും. അപ്പം ഞാൻ ഇവിടെ ഒരു ബോക്സ് ഷാഡോ കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സ് ഷാഡോ എപ്പോഴും ഒരു ലിസ്റ്റ് ഓഫ് ഷാഡോസ് ആയിരിക്കും. നമ്മൾ ലിസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ലിസ്റ്റ് ഓഫ് ബോക്സ് ഷാഡോ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ നമുക്ക് വാല്യൂസും കളറും ഒക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ കളർ ആദ്യം ഒരു ബ്ലാക്ക് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ ഒപ്പേസിറ്റി കൊടുക്കാം, ഒരു 0.3 ഇരിക്കട്ടെ. ഓക്കെ, അതുപോലെ ഒരു ഓഫ്സെറ്റ് വാല്യൂ കൊടുക്കാം. ഓഫ്സെറ്റ് സാധാരണ രീതിയിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഓഫ്സെറ്റ് താഴോട്ടും അതുപോലെ റൈറ്റിലോട്ടും ആയിരിക്കും നീങ്ങുന്നത്. അപ്പം ലെഫ്റ്റിലോട്ടും മുകളിലോട്ടും ഒക്കെയാണ് നീങ്ങേണ്ടത്, നെഗറ്റീവ് വാല്യൂസ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ XY കോർഡിനേറ്റ് സിസ്റ്റം പോലെ തന്നെ. ഓക്കെ, ഞാൻ ഇവിടെ 0ഉം -2ഉം കൊടുക്കാം. എനിക്ക് ജസ്റ്റ് മുകളിലോട്ട് നീങ്ങിയാൽ മതി. അതിൻ്റെ കൂടെ നമുക്കൊരു ബ്ലർ റേഡിയസ് കൊടുക്കാം, അതൊരു 2. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ബോക്സ് ഷാഡോ കൊടുത്തു, പക്ഷേ അതിൻ്റെ കളർ കൊടുക്കണം. കോമ ഇടുക, എന്നിട്ട് കളർ അതൊരു വൈറ്റ് കൊടുക്കാം. ഓക്കെ, നമുക്കതൊന്ന് എങ്ങനെ ഇരിക്കുന്നത് കാണാം. ജസ്റ്റ് ആ ഒരു സെക്ഷൻ. ഓക്കെ, നമ്മൾ കണ്ടെയ്നർ അങ്ങനെ ഒരു സ്പെസിഫിക് വിഡ്ത്ത് മാത്രമേ കൊടുത്തു, ഹൈറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ചിൽഡ്രൻ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ അതിൽ ചിൽഡ്രൻ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഡെക്കറേഷൻ പുറത്ത് വരണം. ഓക്കെ, ബോക്സ് ഡെക്കറേഷന് പുറത്ത് നമ്മൾ കണ്ടെയ്നറിനകത്തായിരിക്കണം. ചൈൽഡിൽ നമുക്കൊരു റോ കൊടുക്കാം. ഓക്കെ, ആ റോയിനകത്ത് മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് കാണും. അപ്പോൾ അത് ഞാൻ ഒരു സ്പേസ് ഈവൻ്റ് കൊടുക്കാം. സ്പേസ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സ്പേസ് ഈവൻ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ വരും മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സ്പേസ് ഈവൻ്റിൽ നിന്ന് വരും. ഇത് നമുക്ക് അതിൽ ചിൽഡ്രൻ കൊടുക്കാം. സോറി, ആ ബ്രാക്കറ്റ് ഓൾറെഡി വന്നു. അതിൽ നമുക്ക് ഒരു ഐക്കൺ ബട്ടൺ കൊടുക്കാം. ഓക്കെ, ഐക്കൺ ബട്ടൺ കൊടുക്കുമ്പോൾ തന്നെ ഐക്കണും ഇതും വന്നിട്ടുണ്ട്. ഇവിടെ ഐക്കണായിട്ട് ഒരു ഐക്കൺ, ആദ്യത്തെ ഐക്കൺ എന്ന് പറയുന്നത് ഒരു ഹോം ഐക്കണാണ്. ഓക്കെ, ഐക്കൺ ഐക്കൺസ് ഡോട്ട് ഹോം. ഓക്കെ, അതുപോലെ നമുക്ക് നമ്മളിവിടെ ഓൺ പ്ലസിൽ ഒരു ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ ഒരു ഫംഗ്ഷനായിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ റീലോഡ് ചെയ്യുക. കണ്ടോ, നമുക്കൊരു ഐക്കൺ കിട്ടി. അതുപോലെ നമ്മുടെ കണ്ടെയ്നർ നമുക്ക് കാണാം. അപ്പം ഞാൻ ഈ ഐക്കൺ എനിക്ക് പ്രസ് ചെയ്യുമ്പോൾ കളർ മാറാൻ ടോഗിളിംഗ് പോലെ ആയിരിക്കണം. ഓക്കെ, നാവിഗേഷൻ ചെയ്യുമ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടണിലായിരിക്കും നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 2 വേരിയബിൾസ് ഇടുക. ഓക്കെ, ഈസ് ഹോമും ഈസ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ പോവുക, കോഡിൻ്റെ ഏറ്റവും മുകളിൽ പോവുക. നമുക്കിവിടെ നമ്മുടെ ബിൽഡ് മെത്തേഡ് തുടങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പം ഇവിടെ ആയിട്ടാണ് നമ്മൾ ബിൽഡ് മെത്തേഡ് തുടങ്ങുന്നത്. ഇവിടെ ആയിട്ട് ഞാനാണെങ്കിൽ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അപ്പം ബൂളിയൻ വേരിയബിൾസ് ആണ്. ബൂളിയൻ ഈസ് ഹോം. ഓക്കെ, ഇനിഷ്യലി ഈസ് ഹോം ട്രൂ ആണ്. ഓക്കെ, ഈസ് ഹോം ട്രൂ ആണ്. അതുപോലെ ബൂളിയൻ ഈസ് സെറ്റിംഗ്, അത് ഇനിഷ്യലി ഫോൾസ് ആണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ശരിക്കും ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഹോമിൽ ഓൺ പ്രസ്ഡ്, അതായത് നമ്മളിവിടെ കളർ കൊടുക്കും.
ഇവിടെ നമ്മൾ ഹോം ഐക്കണിൽ നമുക്കൊരു കളർ കൊടുക്കാം. അപ്പോൾ കളർ എന്ന് പറയുന്നത് ഈ സോമിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചിരിക്കും. ഞാൻ ഈ സോം നമ്മൾ ടെർണറി ഓപ്പറേറ്റർ വെച്ച് ചെയ്യാം. അപ്പോൾ ഈ സോം ഒരു ട്രൂ വാല്യൂ ആണെങ്കിൽ ഒരു കളർ, ഫോൾസ് വാല്യൂ ആണെങ്കിൽ വേറൊരു കളർ. അപ്പോൾ ഞാൻ ട്രൂവിന് ഒരു ബ്ലൂ ആക്സെന്റ് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഫോൾസ് നമുക്കൊരു ചെറിയൊരു ഗ്രേഷ്, ഒരു എന്താ പറയുക, ഒരു ഐക്കൺ ഡിസേബിൾ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി. ഓക്കെ, നമുക്കൊരു ഗ്രേ കളർ കൊടുക്കാം. ഗ്രേ. ഓക്കെ, അതുപോലെ നമുക്ക് ഓൺ പ്രസ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ സോം നമ്മൾ എപ്പോഴും ഈ കളർ തൊടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ആണ്. ഓക്കെ, സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. സോറി. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫംഗ്ഷനിൽ നമ്മൾ ആ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഇതാണെങ്കിൽ ബിൽഡ് മെത്തേഡ് ഒന്നേനെ വിളിക്കും. അതായത് ബിൽഡ് മെത്തേഡ് കംപ്ലീറ്റ്ലി ഒന്നേനെ ബിൽഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ സോമിൽ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് വിളിക്കും. അപ്പോൾ സെറ്റ് സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് വിളിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ സോം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ട്രൂ ആക്കും. അതുപോലെ ഈ സോം ട്രൂ ആവുന്നതിൻ്റെ കൂടെ മറ്റേ ബട്ടൺ ട്രൂ ആവാൻ പാടില്ല. അപ്പം ഈ സെറ്റിംഗ് എന്ന് പറയുന്നത് ഫോൾസ് ആവും. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, ഈ സോം എന്ന് പറഞ്ഞ വേർഡ്, ഈ സോം എന്ന് പറഞ്ഞ ഈ വേരിയബിൾ, ഓക്കെ, ഈ സോം എന്ന് പറഞ്ഞ വേരിയബിൾ ബിൽഡ് മെത്തേഡിനകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അതിൻ്റെ വാല്യൂ ട്രൂ ആക്കും. അതുപോലെ ഈ സെറ്റിങ്ങിൻ്റെ വാല്യൂ എവിടെയൊക്കെ ഉണ്ടോ ബിൽഡ് മെത്തേഡിനകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഫോൾസ് ആക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു റെസ്പോൺസീവായിട്ട് നമുക്ക് ആപ്പ് കിട്ടും. ഓക്കെ, യൂസറുമായിട്ട് റെസ്പോണ്ട് ചെയ്യും. യൂസറിൻ്റെ ഫീഡ്ബാക്ക്, യൂസർ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ സൈസ്ഡ് ബോക്സ് കൊടുക്കാം. ഇവിടെ ഒരു സൈസ്ഡ് ബോക്സ്, ഇവിടെ ഞാനൊന്ന് ഷ്രിങ്ക് ചെയ്യുക. എന്നിട്ടൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കുക. വിഡ്ത്ത് ഒരു 20 കിട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരു ഐക്കൺ ബട്ടൺ കൊടുക്കുക. സോറി, ഇതുപോലെ ഒരു ഐക്കൺ ബട്ടൺ കൊടുക്കുക. പക്ഷേ ഈ ഐക്കൺ ബട്ടണിൽ എന്താണ്, നമ്മുടെ ഐക്കൺ എന്ന് പറയുന്ന ഹോം അല്ല, മറിച്ച് സെറ്റിങ്സിന്റെ ഐക്കൺ. ഐക്കൺസ് ഡോട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ആ ഗിയറിന്റെ ഒരു ഐക്കൺ. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിന്റെ കളറും ഇതേ സെയിം പ്രോപ്പർട്ടീസ് തന്നെ. പക്ഷെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഈ സോം അല്ല ട്രൂ ആവേണ്ടത്, ഈ സെറ്റിംഗ് ആണ് ട്രൂ ആണ്. അപ്പോൾ ഞാൻ ഇതിന്റെ വാല്യൂസ് ഒന്ന് മാറ്റി കൊടുക്കാം. ഫോൾസ്, ഈ സോം എന്ന് പറഞ്ഞ ഈ സോം എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ ഫോൾസ് ആകണം, ഈ സെറ്റിങ്ങിന്റെ വാല്യൂ ട്രൂ ആകണം. അപ്പം ഇത് ഈ വേരിയബിൾസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വിഡ്ജറ്റിന്റെ സ്റ്റേറ്റ് സേവ് ചെയ്യാൻ, സ്റ്റേറ്റിന്റെ വാല്യൂ സേവ് ചെയ്യാനാണ് ഈ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതായി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കോളം കൂടെ ഇടുക. ഓക്കെ, നമ്മളൊരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഉണ്ട്, ആ ഒരു ബട്ടൺ കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു കോളം കൂടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് മെയിൻ ആക്സസ് അലൈൻമെന്റ് എൻഡ് ആക്കുക. അതുപോലെ ക്രോസ് ആക്സസ് അലൈൻമെന്റ് സെന്റർ. ഓക്കെ, നമുക്ക് ക്രോസ് ആക്സസ് തന്നെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു വിഡ്ജറ്റ് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഞാനൊരു ചിൽഡ്രൻ കൊടുക്കുക. അതിനകത്തൊരു കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതുവരെ ചെയ്തത് ഓക്കെ, എന്തോ പ്രശ്നമുണ്ട്, അത് നമുക്ക് നോക്കാം. കുറച്ചുകൂടെ ഏത് പ്രസ് ചെയ്താലും അത് മാറിക്കൊണ്ടിരിക്കും. ഓ, ഞാനാണെങ്കിൽ മനസ്സിലായി. അതായത് നമ്മളിവിടെ എന്താ പറയാ, നമ്മൾ സെറ്റിങ്സിന്റെ അവിടെ മൈ ഹോമിന്റെ സ്റ്റേറ്റ് അനുസരിച്ചാണ് കളർ മാറ്റിയത്, നമ്മൾ അവിടെ സെറ്റിങ്സ് ആക്കിയില്ല. ഓക്കെ, അതാണ് ഇഷ്യൂ. നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ കോളം അവസാനത്തെ കോളത്തിൽ തന്നെ വന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഉണ്ടോ ഈസ് ഹോം കൊടുത്തു, പക്ഷെ ഈ സെറ്റിങ്സിൽ നമ്മൾ കണ്ടോ ഇവിടെ ഈസ് ഹോം തന്നെയാണ് കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്കിവിടെ ഈ സെറ്റിങ്സ് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇത് റൺ ചെയ്യാന്നിരിക്കട്ടെ, കറക്റ്റായിട്ട് വരും. കണ്ടോ, ഹോം ആണ് ഡിഫോൾട്ട് ആയിട്ട് വന്നത്. ഞാൻ ഇത് പ്രസ് ചെയ്യുമ്പം
ഈ ബട്ടൺ അൺസെലക്ട് ആവും, ഈ ബട്ടൺ സെലക്ട് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കണ്ടെയ്നർ വന്നു. അപ്പോൾ കണ്ടെയ്നറിൽ നമുക്ക് അകത്ത് ഉള്ളത് അതെല്ലാം കൊടുക്കാം. നമുക്ക് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ നമ്മുടെ രീതിയിൽ വന്നില്ലെങ്കിൽ നമുക്കൊരു കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. കണ്ടെയ്നറിനകത്തൊരു പാഡിങ് ഉണ്ട്, എന്നിട്ട് അതിലൊരു എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൺലി കൊടുക്കാം. ആ ഓൺലിയുടെ അകത്ത് നമുക്ക് ടോപ്പ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 5 കൊടുക്കാം. ബോട്ടം 5, ലെഫ്റ്റ് 5, റൈറ്റും 5. ഓക്കെ, അതുപോലെ നമുക്കൊരു വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കൊരു 65 കൊടുക്കാം. ഓക്കെ, വിഡ്ത്തും ഹൈറ്റ് 65. ഓക്കെ, ഇനി നമുക്കൊരു ഡെക്കറേഷൻ പ്രോപ്പർട്ടി കൊടുക്കാം. ഡെക്കറേഷനിൽ നമ്മൾ ബോക്സ് ഡെക്കറേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഷാഡോസ് കൊടുക്കുക ആദ്യമായിട്ട്. ഷാഡോ. ഓക്കെ, ഷേപ്പ് നമുക്ക് കൊടുക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ സർക്കുലർ ബട്ടൺ ആയിരിക്കണം. അപ്പോൾ ബോക്സ് ഷേപ്പ് ഡോട്ട് സർക്കിൾ. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു കണ്ടെയ്നർ സർക്കുലർ ഷേപ്പായിട്ട് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോക്സ് ഷാഡോ കൊടുക്കാം. ഇവിടെ നമുക്ക് ലിസ്റ്റിൻ്റെ ഇത് കൊടുക്കാം. നമ്മൾ ബോക്സ് ഷാഡോ കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് കളർ കൊടുക്കാം. പിന്നെ ഇവിടെ ബ്ലാക്ക് കൊടുക്കാം. നേരത്തെ പോലെ ഒപ്പേസിറ്റി ഒക്കെ കൊടുക്കാം. 0.3. അതുപോലെ ഒരു ഓഫ്സെറ്റ് വാല്യൂ കൊടുക്കുക. ഓഫ്സെറ്റ് ഒരു 0ഉം 2ഉം കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് നമുക്കൊരു ബ്ലർ റേഡിയസ് കൊടുക്കാം. അതൊരു 2 ഇരിക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ കണ്ടെയ്നറിന് ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇവിടെ ബോക്സ് ഡെക്കറേഷൻ ഇവിടെയാണ് തീരുന്നത്. ബോക്സ് ഡെക്കറേഷൻ അകത്ത് തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ കളറ് ഇവിടെ കോമ ഇടണം, അല്ലെങ്കിൽ എറർ കാണിക്കും. ഇതൊക്കെ ഓരോ പ്രോപ്പർട്ടി ആണെന്ന് അറിയാൻ വേണ്ടിയാണ് കോമ ഇടുന്നത്. ഓക്കെ, കളർ ഇവിടെ വൈറ്റ്, നമുക്കിവിടെ വൈറ്റ് കളർ മതി. ഓക്കെ, അതുപോലെ അതിനകത്തൊരു ചൈൽഡ് ഉണ്ട്. നമ്മളത് ബോക്സ് ഡെക്കറേഷൻ പുറത്തായിരിക്കണം കൊടുക്കാൻ. ചൈൽഡ് അതിൽ നമുക്കൊരു കണ്ടെയ്നർ കൊടുക്കാം. ചൈൽഡ് ഒരു കണ്ടെയ്നർ. ഓക്കെ, ആ കണ്ടെയ്നറിനും ഒരു ഡെക്കറേഷൻ ഉണ്ട്. ബോക്സ് ഡെക്കറേഷൻ, ഒരു കളറുണ്ട്. കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആക്സെന്റ് ആണ് ഇത്തവണ. അതിൻ്റെ ഒരു 700 ഷെയ്ഡ് വരും. ഓക്കെ, അതുപോലെ ഷേപ്പ് നമുക്ക് കൊടുക്കാം. ബോക്സ് ഷേപ്പ് ഡോട്ട് സർക്കിൾ തന്നെയാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ബോക്സ് ഷാഡോ കൊടുക്കാം. ബോക്സ് ഷാഡോ ഒരു ലിസ്റ്റ് ഓഫ് ബോക്സ് ഷാഡോസ് ആണ്. അപ്പം അത് ആദ്യം കൊടുക്കാം. അതിനകത്ത് നമുക്ക് കളർ കൊടുക്കാം. കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, നേരത്തെ പറഞ്ഞ പോലെ. ഒപ്പേസിറ്റി വെച്ച് കൊടുക്കാം 0.3. എന്നിട്ടൊരു ഓഫ്സെറ്റ് കൊടുക്കാം. നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഒരു ബ്ലർ റേഡിയസ് 2 കൊടുക്കാം. ഓക്കെ, അപ്പം ഇത്രയും ചെയ്ത് നമുക്ക് എങ്ങനെ ഇരിക്കുന്നു കാണാം. ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള UI. പിന്നെ അതൊന്ന് റൺ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഈ സൈഡിൽ വന്നുപോയി. അപ്പം അത് ഇങ്ങോട്ട് ആക്കേണ്ടി വരും. നമുക്ക് ബ്ലർ റേഡിയസ് 2 കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമുക്കിനി ഐക്കൺ കൊടുക്കാം. അതായത് നമ്മുടെ ഇതിനകത്തൊരു ഐക്കൺ വേണം. ഓക്കെ, ഇവിടെ ഒരു ഐക്കൺ ഉണ്ട് മൈക്കിൻ്റെ. അപ്പോൾ അത് കൊടുക്കാം നമുക്ക്. അപ്പം നമ്മൾ കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ചൈൽഡാണ്. ഓക്കെ, ഈ കണ്ടെയ്നറിനകത്ത് ചൈൽഡ് ഐക്കൺ. ഓക്കെ, ഐക്കണിൻ്റെ അകത്ത് നമ്മൾ ഐക്കൺസ് ഡോട്ട് മൈക്ക് കൊടുക്കാം.
മൈക്കിൻ്റെ ഐക്കൺ കിട്ടാൻ വേണ്ടി. ഓക്കെ, അതിനൊരു കളർ നമുക്കൊരു വൈറ്റ് കൊടുക്കാം. ഓക്കെ, അതെങ്ങനെ ഇരിക്കും നോക്കാമെന്ന്. എന്തുകൊണ്ടോ അത് സൈഡിലോട്ട് നീങ്ങിപ്പോയി, നമ്മൾ നോക്കാമെന്ന്. ഇവിടെ സെൻറ്റർ ഇത് ഞാൻ റോയിലോട്ട് റാപ്പ് ചെയ്ത് നോക്കട്ടെ. ഇത് സെൻറ്റർ കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമുക്കത് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കത് സെൻറ്റർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കാം. അതായത് ഏറ്റവും അവസാനം ഒരു ചെറിയൊരു സ്പേസ് ഇല്ലെങ്കിൽ അതിങ്ങനെ താന്നു പോയതുപോലെ അല്ലേ, ഇങ്ങനെ അടുത്ത് മുട്ടിച്ച പോലെ. അപ്പോൾ അതൊന്ന് കുറച്ച് മുകളിലോട്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഈ കണ്ടെയ്നർ കഴിഞ്ഞിട്ട്, ഓക്കെ, ഇത് റോ ആണ്. കണ്ടെയ്നർ കഴിഞ്ഞിട്ട് റോ, അപ്പം ആ റോ കഴിഞ്ഞിട്ടായിരിക്കണം, കോളത്തിന് മുമ്പായിരിക്കണം സ്പേസ് കൊടുക്കേണ്ടത്. സൈസ്ഡ് ബോക്സ്, ഹൈറ്റ് 20 കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ വെച്ചിട്ട് റൺ ചെയ്യാം. ഓക്കെ, അത് പൊങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതാണ്ടായി. നമുക്കിനി ജസ്റ്റ് കമ്പോണൻസും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ അപ്ലയൻസ് കമ്പോണൻ്റ് ആദ്യം റെഡിയാക്കാം. അപ്ലയൻസിൽ നമുക്ക് ഒരു കണ്ടെയ്നറാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ടെയ്നറിന് നമുക്ക് ഒരു ഇതിലോട്ടാക്കാം. ഓക്കെ, ഞാൻ ഇതൊന്ന് റാപ്പ് ചെയ്യും, ഒരു ഗസ്റ്റ് ഡിറ്റക്റ്റിലോട്ട് റാപ്പ് ചെയ്യും. അപ്പം ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇതിനെ കുറച്ച് എന്തെങ്കിലും ഫങ്ഷനാലിറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് അതപ്പോൾ ചെയ്യാം. ഗസ്റ്റ് ഡിറ്റക്റ്റിലോട്ട് ആഡ് ചെയ്യുക. കൺട്രോൾ-S, എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഒരു ഓൺ ടാപ്പ് ഫംഗ്ഷൻ കൊടുക്കാം. തൽക്കാലം അത് വെറുതെ ഇട്ടേക്കുവാണ്. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ സെറ്റ് സ്റ്റേറ്റോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പേജ് നാവിഗേഷനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ കണ്ടെയ്നർ ഒരു പാഡിങ് ഉണ്ട്. നമ്മളൊരു 5 കൊടുക്കാം, നമുക്കൊരു പാഡിങ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വിഡ്ത്ത് കൊടുക്കാം. സൈസ് ഡോട്ട് വിഡ്ത്ത് ഒരു 43% കൊടുക്കാം അതിൻ്റെ വിഡ്ത്തിൻ്റെ ടോട്ടൽ. ഓക്കെ, അതുപോലെ ഹൈറ്റ് അതൊരു 15% കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഡെക്കറേഷൻ വേണം. ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ. അതിനകത്ത് നമുക്ക് കളർ കൊടുക്കാം. കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബോർഡർ ഉണ്ട്. അപ്പം ബോർഡർ റേഡിയസ് കൊടുക്കാം. ആദ്യം ഒരു ബോർഡർ റേഡിയസ് ഓൾ കൊടുക്കാം. ഓൾ, എന്നിട്ട് റേഡിയസ് ഡോട്ട് സർക്കുലർ കൊടുക്കാം. സർക്കുലർ റേഡിയസ് കിട്ടാൻ ഇതിലൊരു 15 കൊടുക്കാം. ഓക്കെ, ഓക്കെ, എന്നിട്ട് നമുക്കൊരു ബോർഡർ കൊടുക്കാം. ബോർഡർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ബോർഡർ, ഒരു ലൈറ്റ് ഷെയ്ഡ് ബോർഡർ ഉണ്ട്. ഇവിടെ കണ്ടോ, ഒരു ചെറിയൊരു ബോർഡർ പോലെ ഉണ്ട്. അപ്പോൾ ആ ബോർഡർ നമുക്ക് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ബോർഡർ ഡോട്ട് ഓൾ, എന്നിട്ട് അവിടെ നമുക്ക് അതിൻ്റെ കളറൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ കളറ് ഒരു ഗ്രേ കൊടുക്കാം. ഗ്രേ ഡോട്ട് ഷെയ്ഡ്, ഓക്കെ, ഇത് ഗ്രേ കളറിൻ്റെ ഇതാണ്. അപ്പം ഒരു ഷെയ്ഡ് ഒരു 300 കൊടുക്കാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അതിന് നമുക്ക് ചൈൽഡ് കൊടുക്കാം. കണ്ടെയ്നറിൻ്റെ അകത്ത് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു റോ ആണ്.
ആ റോയിനകത്ത് കുറച്ച് ചിൽഡ്രൻ ഉണ്ട്. ഓക്കെ, ചിൽഡ്രനിൽ നമ്മൾ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നർ ഒരു വിഡ്ത്ത് ഉണ്ട്. വിഡ്ത്ത് മീഡിയം ക്വയറി വെച്ച് കൊടുക്കാം. ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് സൈസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, അതിൻ്റെ ഒരു 10%, 0.1. അതിനകത്തൊരു ഡെക്കറേഷൻ ഉണ്ട്. ആ കണ്ടെയ്നറിനകത്ത്, ആ ചൈൽഡ് കണ്ടെയ്നറിനകത്തുള്ള ഡെക്കറേഷൻ. അപ്പം അതെന്ന് പറയുന്നൊരു ബോക്സ് ഡെക്കറേഷനാണ്. ഓക്കെ, അതിൽ നമ്മളൊരു ബോർഡർ റേഡിയസ് കൊടുക്കാം. നേരത്തെ കൊടുത്ത അതേ ബോർഡർ റേഡിയസ് തന്നെ കൊടുക്കാം. Ctrl+C കൊടുത്തിട്ട് Ctrl+V അടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊരു കളർ കൊടുക്കാം. അപ്പം ഇവിടെ കളർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പാരാമീറ്റർ ആയിട്ട് കൊടുത്ത കളർ, അതായത് ഇതാ ഈ കളറാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കളറിൻ്റെ അവിടെ കളർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇത്ര എഴുതിയതൊന്ന് റൺ ചെയ്ത് കാണിച്ചുതരാം. അപ്പം നമ്മുടെ ആപ്പ് എടുക്കുക, നമ്മുടെ ഫോൺ അതായത് എമുലേറ്റർ എടുക്കുക, എന്നിട്ട് ഞാനൊന്ന് റീലോഡ് ചെയ്യാം. കണ്ടോ, നമുക്കൊരു കണ്ടെയ്നർ ബോർഡർ വെച്ചുള്ള ഒരു കണ്ടെയ്നർ കിട്ടി. അതിനകത്ത് പല നമ്മൾ കൊടുത്ത ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളേഴ്സും വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഐക്കൺ ആഡ് ചെയ്യണം, നമ്മൾ ലേബിളും ആഡ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമുക്കിവിടെ കളർ കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ചൈൽഡ് കൊടുക്കണം. അപ്പോൾ ആ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ഐക്കണാണ്. ആ ഐക്കണിൽ വരുന്ന ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഐക്കണാണ്. ഓക്കെ, ഈ സാധനം നമ്മളൊന്ന് സെൻറ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ കോൺടെക്സ്റ്റ് ആക്ഷൻ റാപ്പിഡ് സെൻറ്റർ. ഓക്കെ, എന്നിട്ട് ഞാനിത് നമ്മുടെ ആപ്പ് എമുലേറ്റർ എടുത്തിട്ട് റൺ ചെയ്യുവാണെങ്കിൽ, റീലോഡ് ചെയ്യുവാണെങ്കിൽ കണ്ടോ നമ്മുടെ ഐക്കൺ കിട്ടി. പക്ഷേ ഐക്കണിൻ്റെ കളറെല്ലാം ബ്ലാക്ക് ആണ്. നമുക്കത് വൈറ്റ് ആക്കണം. അപ്പോൾ ഞാനിവിടെ കളറ് വൈറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ റീലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഇത്തിരി ഒന്ന് മാറ്റി കൊടുക്കാം. ഞാൻ സൈസ് ഒരു 25 കൊടുക്കുക. ഓക്കെ, റീലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. ഐക്കൺ കഴിഞ്ഞിട്ട് നമ്മുടെ സെൻറ്റർ ഇത് കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കേണ്ടത്. ഈ ഒരു കണ്ടെയ്നർ ഈ റോയിനകത്താണ്. അപ്പോൾ ആ റോയിൻ്റെ രണ്ടാമത്തെ ചൈൽഡാണ് സൈസ്ഡ് ബോക്സ്. സൈസ്ഡ് ബോക്സ്, അതിനകത്തൊരു വിഡ്ത്ത് നമുക്ക് ചെറിയൊരു വിഡ്ത്ത് കൊടുക്കാം. 20 മതിയാവും. അത് കഴിഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ആ ടെക്സ്റ്റാണ് നമ്മുടെ ലേബിൾ ടെക്സ്റ്റ്. ഓക്കെ, ഞാനിതൊന്ന് റൺ ചെയ്താൽ നമുക്ക് ആ ലേബിൾ കിട്ടും. കണ്ടോ, ലൈറ്റ് മീഡിയ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിന്ന് ചെറുതായിട്ടൊരു സ്റ്റൈൽ കൊടുക്കാം. അപ്പം സ്റ്റൈൽ ടെക്സ്റ്റൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് കൊടുക്കാം. അങ്ങനെ കളറ് ബ്ലാക്കും ഫോണ്ട് സൈസ് നമുക്ക് 16 കൊടുക്കാം. ഓക്കെ, കളറ് ബ്ലാക്ക്, അതുപോലെ സൈസ് ഒരു 16 കൊടുക്കാം. ഓക്കെ, ഞാനിതൊന്ന് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വലുതായി, കുറച്ചുകൂടെ നമ്മുടെ ആക്ച്വലി ഔട്ട്പുട്ട് കിട്ടേണ്ട UI പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇതും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് ഈ ലിവിങ് റൂമിൽ ആ റൂം സ്പെസിഫിക് അപ്ലയൻസിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ UI ആയി. ഓക്കെ, നമുക്കത് ചെയ്യാം. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ റൂം അപ്ലയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലയൻസ് ഡോട്ട് ഡാട്ട് കഴിഞ്ഞു. റൂം സ്പെസിഫിക് അപ്ലയൻസിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ അതും നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഗസ്റ്റ് ഡിറ്റക്ടറിൽ റാപ്പ് ചെയ്യാം. ഞാൻ ഇതൊക്കെ ഒന്ന് സ്ട്രിങ്ക് ചെയ്യുക. ഞാൻ ഇത് ഒരു ഗസ്റ്റ് ഡിറ്റക്ടറിൽ റാപ്പ് ചെയ്യുക. റാപ്പിഡ് വിഡ്ജറ്റ് ഗസ്റ്റ് ഡിറ്റക്ടർ ടാബ് പ്രസ് ചെയ്യുക. എന്നിട്ട് ചൈൽഡിന് മുമ്പായിട്ട് ഓൺ ടാപ്പ് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ കണ്ടെയ്നർ നേരത്തെ പറഞ്ഞ ഒരു പാഡിങ് കാണണം. അപ്പം എഡ്ജിൻ സെറ്റ്സ് ഡോട്ട് ഓൾ ഒരു 5 കൊടുക്കാം. അത് കഴിഞ്ഞ് വിഡ്ത്ത് നമുക്കൊരു 43 തന്നെ കൊടുക്കാം നേരത്തെ പോലെ. അതുപോലെ നമുക്കൊരു ഹൈറ്റും കൊടുക്കാം. ഹൈറ്റ് ഇതിന് പകരം നമുക്കൊരു
Ctrl D വെച്ച് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഹൈറ്റ് നമുക്കിവിടെ 0.48 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഡെക്കറേഷൻ കൊടുക്കാം. ബോക്സ് ഡെക്കറേഷൻ. ഓക്കെ, ബോക്സ് ഡെക്കറേഷൻ നമുക്കൊരു കളർ കൊടുക്കാം. കളറിന് ഇവിടെ വൈറ്റ് കൊടുക്കുക. ഒരു ബോർഡർ റേഡിയസ് കൊടുക്കാം. സോറി, ബോർഡർ റേഡിയസ് ഡോട്ട് ഓൾ, ഒരു റേഡിയസ് ഡോട്ട് സർക്കുലർ കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്കൊരു 15 അല്ലെങ്കിൽ 20 കൊടുക്കാം. നമുക്കിവിടെ 20 കൊടുക്കാം, ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോർഡർ കൊടുക്കാം. നേരത്തെ കൊടുത്ത പോലെ ഒരു ബോർഡർ കൊടുക്കാം. ബോർഡർ ഡോട്ട് ഓൾ, എന്നിട്ട് കളറിൻ്റെ അവിടെ കളർ കൊടുക്കുക. ഗ്രേ ഡോട്ട് ഷെയ്ഡ് 300 എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ജസ്റ്റ് കാണാം എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ എമുലേറ്റർ എടുക്കുക. എന്നിട്ട് ഞാൻ ഓർഡറിലോട് കൊടുക്കുക. കണ്ടോ, നമുക്കൊരു 2 ബോക്സ് വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട്. കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള പോപ്പുലേഷൻ കൊടുക്കാം. അതായത് അതിനകത്ത് നമുക്ക് ഓരോ വിഡ്ജറ്റ്, ഓരോ ഇമേജും അതിൻ്റെ ലേബിളും ഒക്കെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ബോർഡറായി, ബോക്സ് ഡെക്കറേഷൻ എല്ലാം നമ്മൾ കോമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അറിയാൻ പറ്റും കുറച്ചുകൂടെ അകത്തേക്ക്. എന്നിട്ട് നമ്മളിവിടെ ചൈൽഡ് കൊടുക്കാം. കണ്ടെയ്നറിനകത്ത് ചൈൽഡ് എന്ന് പറയുന്ന ഒരു കോളമാണ്. ഓക്കെ, കോളം വിഡ്ജറ്റ് ആണ്. അതിലൊരു ക്രോസ് ആക്സിസ് അലൈൻമെന്റ് ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിൽഡ്രൻ കൊടുക്കുക. ആദ്യം ഒരു പാഡിംഗ് ആണ്. നമുക്ക് പാഡിംഗ് അവസാനം കൊടുക്കാം. നമുക്ക് ആദ്യം അതിനകത്തുള്ള ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലേബിളാണ്. ലേബിൾ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിന് നമുക്കൊരു പാഡിംഗ് കൊടുക്കാം. റൈറ്റ്, അവിടെ ടെക്സ്റ്റ് കൊണ്ട് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ കോൺടെക്സ്റ്റ് ആക്ഷൻ, റാപ്പ് വിത്ത് പാഡിംഗ്. ഓക്കെ, ഒരു ഓട്ടോമാറ്റിക് ഒരു 8 വാല്യൂ ഉള്ള ഒരു പാഡിംഗ് കിട്ടി. അപ്പോൾ അത്രയും മതി നമുക്ക് പാഡിംഗ്. അപ്പോൾ ലേബിൾ നമുക്ക് കുറച്ച് സ്റ്റൈൽ ചെയ്യാം. നമുക്ക് ആദ്യം ലേബിളിൽ നിന്ന് കാണാം എങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇത് റൺ ചെയ്യുക. കാരണം നമുക്ക് ലേബിൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. അപ്പം സ്റ്റൈൽ, ടെക്സ്റ്റ് സ്റ്റൈൽ, അതിനകത്ത് നമ്മൾ അതുപോലെ അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കും. ഫോണ്ട് വെയിറ്റ് ആദ്യം കൂട്ടുക. ഫോണ്ട് വെയിറ്റ് കുറച്ച് കൂട്ടാം. നമുക്കൊരു 700 കൊടുക്കാം. ഫോണ്ട് വെയിറ്റ് ഡോട്ട് W700. ഓക്കെ, അതുപോലെ ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കുക. 19 ഇരിക്കട്ടെ. ഓക്കെ, നമുക്കിത് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. റൺ ചെയ്യുക. അതുകൊണ്ട് കുറച്ചുകൂടെ വലുതായിട്ട് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്കിനി ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. അപ്പം ഇവിടെ പാഡിങ് കഴിഞ്ഞിട്ട് സൈസ്ഡ് ബോക്സ് കൊടുക്കാം. സൈസ്ഡ് ബോക്സ്, ഒരു ഹൈറ്റ് കൊടുക്കുക. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. നമുക്ക് ഒരു 10 കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്നിട്ട് വീണ്ടും നമ്മളൊരു റോ കൊടുക്കും. ഓക്കെ, ഈ റോയിലായിരിക്കും നമ്മുടെ ഇമേജ് വരും. മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഇൻഡ് ചിൽഡ്രൻ കൊടുക്കുക. അതിനകത്തൊരു കണ്ടെയ്നറിലാക്കി നമുക്ക് ഇമേജ് കൊടുക്കാം. ഓക്കെ, കണ്ടെയ്നറിൽ ഒത്തിരി പാഡിങ് ഉണ്ട്. ഓക്കെ, ഓൾ ഒരു 8 കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഹൈറ്റും വിഡ്ത്തും കൊടുക്കാം. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും കൊടുക്കാൻ നമ്മൾ ഇമേജിൻ്റെ തന്നെ ഒരു ഇമേജ് ആയിട്ട് ഇമേജ് വിഡ്ത്തും കൊടുത്തായിരുന്നല്ലോ പ്രോപ്പർട്ടി ആയിട്ട്. അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ മീഡിയ ക്വയറി ഡോട്ട് ബിൽഡ് കോൺടെക്സ്റ്റ് ഡോട്ട് സൈസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, സ്റ്റാർ ഇമേജ് വിഡ്ത്ത്. ഓക്കെ, ഇമേജ് വിഡ്ത്ത്. അതുപോലെ നമുക്ക് കൺട്രോൾ ഡി അടിച്ചിട്ട് വിഡ്ത്ത് കൊടുക്കാം. സോറി, ഇവിടെ ഇമേജ് ഹൈറ്റ് ആണ്. ഓക്കെ, വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചൈൽഡ് കൊടുക്കാം. ചൈൽഡ് എന്ന് പറയുന്നത് ഇമേജ് ഡോട്ട് അസെറ്റ്. നമുക്ക് ഇമേജിന് ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇമേജ് ഡോട്ട് അസെറ്റ് എന്ന് കൊടുത്തിട്ട് ആ ഇമേജിൻ്റെ സ്ട്രിങ് വാല്യൂ. അപ്പോൾ നമ്മളിവിടെ ഇമേജ് പാത്ത് എന്നാണ് കൊടുത്തത്.
എംപ്റ്റി പാത്ത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു ഫിറ്റ് പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫിറ്റ് എന്ന് പറയുന്നത് ബോക്സ് ഫിറ്റ്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു കണ്ടെയ്നറിനകത്ത് കണ്ടെയ്ൻ ചെയ്യണം, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കണ്ടെയ്നർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം, അങ്ങനെ നമുക്ക് പല പല വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ ബോക്സ് ഫിറ്റ് ഡോട്ട് കണ്ടെയ്ൻ കൊടുക്കാം. ഓക്കെ, ആ ഒരു കണ്ടെയ്നറിനകത്ത് കണ്ടെയ്ൻ ചെയ്യണം ഇമേജ് ഫുള്ളായിട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ആപ്പ് ഒന്ന് നോക്കാം. ഞാൻ ഒന്ന് റൺ ചെയ്യുക. കണ്ടോ, നമ്മുടെ ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിക്റ്റോ ആ സെയിം UI തന്നെ ചെയ്തു. കണ്ടോ, ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, അവിടെ നമ്മുടെ ഡെവീസിൻ്റെ ഇത് വന്നു, പിന്നെ അതുപോലെ മൈ സ്മാർട്ട് ഹോം വന്നു, പിന്നെ നമ്മൾ ലൈറ്റ് ക്യാമറ ആ ഒരു അപ്ലയൻസസിൻ്റെ ഒരു ഇത് കണ്ടു, ലിവിങ് റൂം അത് കണ്ടു, ഇതെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ നമ്മളിതിൽ സെറ്റിങ്സ് എടുക്കാം, അതുപോലെ ഹോം എടുക്കാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതുപോലെ കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ലിങ്ക്സും കാർഡ്സും എല്ലാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കാർഡ്സായിട്ടും ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. അത്യാവശ്യം എളുപ്പമുള്ളതും അതുപോലെ തന്നെ കുറേ കോൺസെപ്റ്റ്സ് പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു UI ആണ്, കളർഫുള്ളായിട്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി, ബൈ.